രുദ്രഗീതത്തിന്റെ ഉപക്രമമാണ് ഇപ്പം പറയുന്നത്. ഉപക്രമം എന്ന് പറഞ്ഞാൽ വളരെ വലുതായ ബുദ്ധിമുട്ടാണ്. അല്ലേ? കേസരി ബാലകൃഷ്ണന്റെ അവതാരിയെ പറ്റി പറയാറുണ്ട്, വീടിനേക്കാൾ വലിയ പഠിപ്പില്ല അതുപോലെ ഒന്ന് കുറച്ച് കുറയ്ക്കാം എന്നിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ വേദിഷത്തിന്റെ മക്കളതെനിക്ക് മനസ്സിലായി, നിങ്ങളുടെ താല്പര്യങ്ങളൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ സാക്ഷാൽ വാസുദേവനായിരിക്കുന്ന ഭഗവാനെ, വാസുദേവനങ്ങൾ ഇനിയും വരും, അത് പറയാം എൻ്റെ അർത്ഥം. വാസുദേവനായിരിക്കുന്ന ഭഗവാനെ ശരണം പ്രാപിക്കുന്നവരായ അദ്ദേഹത്തെ അർപ്പിച്ചിട്ടുള്ളവരാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പ്രിയന്മാരാണ്. പ്രപന്നസ പ്രിയോഹിമേ. അപ്പൊ ആലോചിക്കുന്ന പലതും ആലോചിക്കാണ്ട് ഈ പ്രിയ എന്നുള്ള വാക്കിനെ യഥാർത്ഥത്തില് ഭഗവാന്മാർക്ക് പ്രിയോ അപ്രിയോ ഉണ്ടോ? ഉണ്ടാവും പാടുണ്ടോ? നമ്മളെന്ന് പറയുന്നത് പ്രിയങ്ങൾക്കും അപ്രിയങ്ങൾക്കും ഒക്കെ ഉപരിയായിരിക്കണം എന്നൊക്കെയല്ലേ. ഇപ്പൊ ഭഗവാൻ തന്നെ എനിക്ക് ഇയാൾ പ്രിയനാന്ന് പറഞ്ഞാൽ, ഒരാൾ പ്രിയനാന്ന് പറയുമ്പോൾ സ്വാഭാവികമായി വന്നു ചേരുന്ന വേറൊരർത്ഥം കുറെ ആൾ പ്രിയന്മാരല്ല തീരില്ലേ, അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ അതൊക്കെ ഉപചാരമായിട്ട് പറയുന്നത് മനസ്സിലാക്കിയാൽ മതി. ഇതിനൊന്നും അക്ഷരാർത്ഥം കൽപ്പിക്കേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് ഭാഗവത്തിനെ നോക്കിയാൽ ഉദ്ധവനും ഉപദേശത്തിന് ഭഗവാൻ പറയും, ഉദ്ധവനോട് പറയുന്നത് നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത് പറയുന്നത്. ഇതേ ഭഗവാൻ തന്നെ ഭഗവത്ഗീത നോക്കിയാലോ അർജുനുള്ള ഒരു മോനെ നീ എനിക്ക് പ്രിയപ്പെട്ടു. അപ്പൊ എന്തൊരു അവസരവാദാണ് തോന്നില്ലേ. അപ്പൊ അതൊക്കെ എന്തിനാ പറയുന്നത് വെച്ചാൽ കേൾക്കുന്നവർക്ക് അത് ആരോട് ഉപദേശിക്കുന്നുവോ അയാൾക്ക് നമ്മളെ വാക്കിന് വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി അവരെ ഉറച്ചു നിർത്താൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അതൊന്നും ഒരു തരം ചീത്തയായ അപലപനീയമായ ഒരു അവസരവാദം കേൾക്കുന്ന സന്തോഷം. ഇപ്പൊ ഓരോരോ ശാസ്ത്രത്തിൽ എന്ത് ചെയ്യും, ഇതാണ് ഏറ്റവും കേവലം എന്ന് പറഞ്ഞിട്ട് പുരാണങ്ങളൊക്കെ നോക്കും. ഞാൻ 18 പുരാണം നോക്കിയില്ല, 5-8 പുരാണമൊക്കെ സാമാന്യം വായിച്ചു നോക്കി. അതൊക്കെ എന്ന് പറയും പഠിക്കുന്നുണ്ട്, ഇത് പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ എന്ത് വന്നിരിക്കുന്നു സമ്പ്രദായം. സ്കന്ധപുരാണം പറയാ ഇതേ പഠിക്കേണ്ടുള്ളൂ, ബാക്കിയൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം. ഭാഗവതം പറഞ്ഞ എന്താണ്, ഭാഗവതം കേൾക്കുന്നവരെ മറ്റു പുരാണങ്ങൾക്ക് സ്ഥാനമുള്ളൂ, ഭാഗവതം അറിയുന്നവർ വേറെന്ത്. അതെന്തിനാ അങ്ങനെ പറയുന്നത്? ഇത് പഠിക്കുമ്പോൾ ഇതിന് ശ്രദ്ധ കഴിഞ്ഞിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും. അല്ല നമ്മളൊന്ന് പഠിക്കുകയും ചെയ്യാ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ താല്പര്യം കുറയല്ലോ, അത് പറയുന്നത്. അതുകൊണ്ടാണ് പ്രിയ എന്ന് പറയുന്നത്. പലതിക്കും പറയാം. എന്നാൽ അതേ ഭഗവാൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് എനിക്ക് ആരോട് പ്രിയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ അർജുനോട് പറഞ്ഞേ ദേശസ്തി ന പ്രിയ സമൂഹം സർവഭൂതേഷു എന്ന് കാണാം. എല്ലാ ഭൂതജാലങ്ങളും ഞാൻ സമനാണ്, എനിക്ക് ആരോടും എന്തില്ല, പ്രിയവും ഇല്ല പ്രിയമില്ല. അതേ വിദ്വാൻ എന്നിട്ട് എന്ത് പറഞ്ഞു അർജുനോട് എനിക്ക് ആവശ്യം പ്രിയ ഇങ്ങനെയൊക്കെ ചില തോന്നുന്നു നമുക്ക്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ട കാര്യമില്ല. ഒരാളെ പല പ്രസ്താവനകളും അങ്ങനെയാണ്. അത് ഒരാത്യന്തിക യാഥാർത്ഥ്യത്തിന്റെ പ്രഖ്യാപനമായിട്ടല്ല, തത്വോപദേശത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അറിയേണ്ടതുള്ളൂ. അപ്പൊ അത്രയും അതിനെപ്പറ്റി പറയുന്നു. എപ്പരം രഹസ്വസാക്ഷാൽ രഹസ്വസാക്ഷാർത്ഥി ഒന്നാം ജീവനപ്പുറത്ത് ത്രിഗണങ്ങൾക്കപ്പുറത്ത് ഭഗവന്തം വാസുദേവം അങ്ങനെ വിലസുന്നവനായ ഭഗവാന്റെ വാസുദേവന് ശരണം പ്രാപിക്കാൻ പോകുന്നവരെ നിങ്ങള് എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം എനിക്ക് അങ്ങനെയുള്ളവർ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ വീണ്ടും പറയാണ്, സ്വധർമ്മനിഷ്ഠ ശതജന്മവിപുമാൻ വിരിഞ്ചതാമേതി തദപ്പരം കിമം അവ്യാകൃതം ഭാഗവതോധ വൈഷ്ണവം പദം തഥാകം വിമുഖാകലത്തേ. സ്വധർമ്മനിഷ്ഠ ശതജന്മവിപുമാൻ വിരിഞ്ചതാമേതി തദപ്പരം ഹിമേം അവ്യാകൃതം ഭാഗവതോധ വൈഷ്ണവം പദം യഥാഹം വിബുധാകലത്തേ. പിന്നെ ഭഗവാനെ ചോദിച്ചാലുള്ള ഗുണം പറയാൻ വേണ്ടു. ഏത് ഭഗവാനെ? സാക്ഷാൽ വാസുദേവനായിരിക്കുന്ന വൈകുണ്ഠനാഥനായിരിക്കുന്ന ലക്ഷ്മീകാന്തനായിരിക്കുന്ന ഭഗവാനെ സേവിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് പരമമായതിനെ പ്രാപിക്കാൻ സാധിക്കുക എന്ന് പറയാം. സ്വധർമ്മനിഷ്ഠ ജന്മഹിമാൻ, നൂറുകണക്കിന് ജന്മങ്ങളില് സ്വധർമ്മനിഷ്ഠയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ പുമാൻ മനുഷ്യന്മാര്. പുമാൻ എന്നൊക്കെയുള്ള സാധാരണ പുരുഷൻ അർത്ഥം പറയും. പക്ഷെ അങ്ങനെ വിചാരിക്കണ്ടില്ല. പഴയ ഭാഷകളിലൊക്കെ ഒരു പുല്ലിംഗത്തിലാണ് സാമാന്യ വാക്കുകളൊക്കെ പറയാൻ. ഇപ്പോഴും അങ്ങനെയാണ്. അധ്യാപകന്മാരുടെ പ്രശ്നങ്ങൾ എന്നതാണ് അധ്യാപകന്റെ അധ്യാപികയുടെ പ്രശ്നങ്ങൾ പ്രത്യേകം പറയാറില്ല. അത് പിന്നെ അധ്യാപകർ എന്ന് പറയണം, അങ്ങനെ പറയാറില്ല. പൗരന്മാരുടെ അവകാശം എന്നോ പൗരൻ തന്നെ പുല്ലിംഗാണ്, അതിന്റെ വിഭജന പൗരന്മാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഭാഷയിൽ തന്നെ. അതുകൊണ്ടാണ് പുതിയ ടെക്നോളജി, ഈ
സ്ത്രീത്വവാദികളൊക്കെ പറയുന്ന ഭാഷയിൽ തന്നെ സ്ത്രീകൾക്കെതിരായ ചില ഗൂഢാലോചനകളുണ്ട്, ചില സ്ത്രീവിരുദ്ധ പ്രക്രിയകളുണ്ട് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ശരിക്കും അങ്ങനെയല്ല. അതാണ് പൗരൻ പോലെ നമ്മൾ പുരുഷനും സ്ത്രീയും ഒക്കെ പെടും. പൗരന്മാരെന്ന് മാത്രം പറഞ്ഞാൽ പുരുഷന്മാരുടെ ബഹുവചനാന്നേ വരുള്ളൂ. അങ്ങനെ അർത്ഥമെടുക്കേണ്ടതില്ല. സ്വധർമ്മനിഷ്ഠശതജന്മവിപുമാൻ വിരിഞ്ചതാവേദിമം. അതായത് ശതജന്മവീത, ശതം എന്നൊക്കെ പറയുന്നത് ഇതുപോലെയാണ്, വളരെ കാലമുള്ള അർത്ഥമുണ്ട്. പുരാണത്തിലെ സഹസ്രം എന്നും ശതം എന്നൊക്കെ പറയുന്നത് ഈ 1, 2, 3 അക്കക്രമത്തിൽ പറയല്ല, കുറേ കാണിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം. ഇപ്പൊ 100 കണക്കിന് ജന്മങ്ങൾ ഉണ്ടായാൽ പോലും എന്ത് ചെയ്യണം? സ്വധർമ്മനിഷ്ഠയോട് കൂടി ജീവിതം കഴിച്ചു കൊടുക്കുന്ന ആള് എന്ത് പ്രാപിക്കും? വിരിഞ്ചതാവേദി, ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നത്. ആര്? 100 കണക്കിന് ജന്മങ്ങളായിട്ട് ധർമ്മനിഷ്ഠയോട് കൂടി ജീവിക്കുന്ന ആളാണ്. അവ്യാകൃതം ഭാഗവതോധ വൈഷ്ണവം, അതിനേക്കാൾ പുണ്യം ചെയ്തവരെ എന്നെ പ്രാപിക്കുന്നതാണ്. അവ്യാകൃതം ഭാഗവതോധം പരം ഹിമാം, പരത്താതിനെപ്പുറത്ത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? തന്നെ ഈ പരമശിവൻ കുറച്ച് കാണിക്കുന്നത്. വിഷ്ണുവിന്റെ ലോകം അതിനേക്കാൾ കേമാണ്. ദൂരെല്ലാം പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ ശിവനോട് പറയേണ്ടതാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? 100 കണക്കിന് ജന്മങ്ങൾ സ്വധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ആളുകൾ ബ്രഹ്മാവിനെ പ്രാപിക്കും, ബ്രഹ്മലോകത്തെ പ്രാപിക്കും. അതിനേക്കാളും അപ്പുറത്തുള്ള എന്നെ പ്രാപിക്കുന്നത്. അവിടെ സ്വയം ഓർത്ത് ചെയ്യുന്നു, ഞാൻ അതിനേക്കാളൊക്കെ വന്നില്ല ഇപ്പൊ വന്നു. പക്ഷെ പിന്നെ പറയുന്നതോ അതിനേക്കാൾ ശുദ്ധിയുള്ളവരാണ് ഭഗവാനെ പ്രാപിക്കുന്നത് പറയാൻ. അതിനെ പറയുന്നത് പരംഹിമം അവ്യാകൃതം ഭാഗവതോധ വൈഷ്ണവം. വൈഷ്ണവമായിരിക്കുന്ന ആ ഭഗവത് തേജസ്സിനെ പ്രാപിക്കുന്നത് അവ്യാകൃതം നേരത്തെ പോലെ വ്യാകൃതമല്ലാത്തത്, വേർതിരിക്കപ്പെടാത്തത്, വെവ്വേറെയാവാത്തതൊക്കെയാണ് അവ്യാകൃതം. വ്യാകൃതമാകുക എന്ന് പറഞ്ഞാൽ ഓരോ വെവ്വേറായി. ഞാൻ വ്യാകരണം എന്നുള്ള വാക്കിനുണ്ടായെന്ന് ഞാൻ പറഞ്ഞതാണ്. വ്യാകരണത്തിൽ എന്താ? ഇതൊരു മഹാവാക്യം കിട്ടിക്കഴിഞ്ഞാൽ കർത്താവാരാണ്, കർമാനാണ്, കർമ്മവിശേഷം എന്താണ്, കർത്തവിശേഷം എന്താണ്, വിശേഷണ വിശേഷം എന്താണ്, ക്രിയാവിശേഷം എന്താണൊക്കെ കഷ്ണഘട്ടാക്കി എണ്ണായി പറയുന്നതാണ് വ്യാകരിക്കുക എന്ന്. പഴയ ക്ലാസ്സിലൊക്കെ പറയും വ്യാകരിക്കാനൊക്കെ. ഇന്നിപ്പോൾ ഒന്നും പഠിപ്പിക്കാറില്ല. ഇങ്ങനെയാണ് വ്യാകരിക്കുക. ഓരോന്നിനെയും ഘടകങ്ങളായി തിരിക്കുക, മനസ്സിലാക്കുക. ഇതൊന്നും സമഗ്ര ബോധത്തിൽ ആവശ്യമില്ല. നമുക്ക് കാര്യം മനസ്സിലാവും. ചെന്ന് ഞാൻ അരാമത്തിൽ അഭിമാപ്രഭാതത്തിൽ പൊന്നു വാഗ്ദാനം കൊണ്ട് നിമുഖം കൊടുത്തപ്പോൾ പറഞ്ഞാൽ ഞാൻ നിമുഖം കൊടുത്ത സമയത്ത് ഞാൻ തോട്ടത്തിൽ പോയി ഇത്രയേ ഉള്ളൂ. അതിനെ വ്യാകരിക്കുമെന്ന് ഇത് കർത്താവാനാണ്, കർമാനാണ്, വിശേഷണം ഇതാണ് പറയണം പറയാ. അപ്പൊ ഈ അവ്യാകൃതത്തെ എന്താണ്? ഭഗവത് ലോകം എന്ന് പറഞ്ഞാൽ അവ്യാകൃതമാണ്, വ്യാകൃതമല്ല. ഈ പറയുന്നതല്ല. അവ്യാകൃതം ഭാഗവതോധ വൈഷ്ണവം. ഇതിനേക്കാൾ പുണ്യം ചെയ്തവരാണ് ചെയ്യുന്നത് ഭഗവാന്റെ ലോകത്തെ പ്രാപിക്കുന്നത്. അതായത് ശൈവലോകത്തെ പ്രാപിക്കുന്നതിനേക്കാൾ കൂടുതൽ പുണ്യം, കൂടുതലായ തപസ്, ശ്രദ്ധയൊക്കെ എന്തിനു വേണം? ഭഗവാനെ പ്രാപിക്കാൻ, വിഷ്ണുവിനെ പ്രാപിക്കാന്ന് പറയാൻ. ആത്യന്തികമായിട്ട് വിഷ്ണുവിന്റെ കേമത്വത്തെ പിടിക്കാൻ ചെയ്തത്, തന്നെ മധ്യസ്ഥനാക്കി വെക്കുക ചെയ്തത്. അത് നടുക്കാതെ ബ്രഹ്മാവിനെ പ്രാപിക്കാൻ 100 ജന്മത്തെ സദ്ധർമ്മങ്ങളെ കൊണ്ട് സാധിക്കും. അതിനേക്കാൾ കൂടുതൽ എന്നെ പ്രാപിക്കും. അതിനേക്കാൾ തപസ്സൊക്കെ ഉള്ളവരാണ് ആളുകളാണ് എന്ത് ചെയ്യുന്നത്? പദം തഥാഹം വിബുധാകരാത്യയെ. അങ്ങനെയുള്ള വിബുധന്മാരാണ് ആരെ? ഭഗവാനെ തന്നെ പ്രാപിക്കുന്നത്. ഭഗവാൻ വാസുദേവനെ പ്രാപിക്കുന്നത്. വൈഷ്ണവം എന്ന് വെച്ചാൽ വൈകുണ്ഠാണ്. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരു കുണ്ഠതകളും ഇല്ലാത്ത ലോകം എന്നാണ്. ആലസ്യമോ ക്ഷോഭമോ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളൊന്നുമില്ല, ഒരു കുണ്ഠത ഇല്ലാത്ത ലോകമാണ് വൈകുണ്ഠം. അവിടെ വൈകുണ്ഠം എന്ന് പറഞ്ഞത് അല്ലാതെ വൈകുണ്ഠത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞാൽ ഏതോ കുട്ടിച്ചെന്ന് വീണു എന്ന് വിചാരിക്കുന്നു. എല്ലാ കുണ്ഠതകൾക്കും അപ്പുറത്തുള്ളതാണ്. നികുണ്ഠനാണ്, നിഗതമായ കുണ്ഠതയോടുകൂടി എന്ന് പറയും. പല അർത്ഥമുണ്ട് കേട്ടോ. നികുണ്ഠ എന്ന സ്ത്രീയുടെ മകനായിട്ട് ഭഗവാൻ ഒരിക്കലും ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നികുണ്ഠയുടെ മകനായതുകൊണ്ട് ഭഗവാൻ വൈകുണ്ഠനാണ്. വൈകുണ്ഠന്റെ ലോകമായതുകൊണ്ട് അത് വൈകുണ്ഠമാണ്. പല അർത്ഥമുണ്ട്. ഒന്ന് ഇതാണ്, എല്ലാ കുണ്ഠതകൾക്കും അപ്പുറത്തുള്ളതാണ്. അതുകൊണ്ട് ഈ വൈകുണ്ഠ പ്രാപ്തി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ്? നിങ്ങളുടെ മനസ്സിൽ ഒരു അസ്വാരസ്യം ഇല്ലാതിരിക്കുക, എല്ലാ തരത്തിലുള്ള വികല്പങ്ങളും നീങ്ങുക, സ്വസ്ഥ ബുദ്ധി ഓടിക്കാൻ നിങ്ങൾ വൈകുണ്ഠം. അല്ലാതെ ഏത് സ്ഥലത്ത് പോയി വീഴുന്നതാന്ന് വിചാരിക്കുന്നത്. പുരാണങ്ങളിലൊക്കെ അങ്ങനെ പറയും, ശിവഭഗവൻ എന്താണ് ശിവേന സഹമോദത്തെ എന്നൊക്കെ പറയുന്നില്ലേ? ശിവന്റെ ലോകത്തേക്ക് ശിവകിങ്കരന്മാര് വിമാനത്തിൽ ഒന്ന് കൊണ്ടുപോയി എന്നൊക്കെ പറയും. എല്ലാവർക്കും ഒരു വിമാനം വരികയില്ല, നമ്മളിവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. ചിലർക്ക് ഇതൊക്കെ ഉള്ളതാണെന്ന് വെച്ചാലാ ചിലർക്ക് പേടി. അവസാനം ഈ ഭാഗവതം കേട്ട് അവസാനം
ഈ പരുന്തൊക്കെ റാഞ്ചി കൊണ്ടുപോകുന്നില്ലേ, കോഴിക്കുട്ടികളൊക്കെ അവർ നമ്മളാരും റാഞ്ചി കൊണ്ടുപോയില്ല. എനിക്ക് കുറെ കൂടി കാലം ഈ ലോകത്ത് ജീവിക്കണമെന്നുണ്ട്, കുറെ സുഖാനുഭവിക്കണം, ഇതൊക്കെ ഇല്ലാണ്ടാവും ഇത് പഠിച്ചാലും ഇത് പേടിയും കുടിക്കുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്നില്ല. പറയുന്നതാണ് നിങ്ങളുടെ മനസ്സ് മാറുന്നത്, ലോകം മാറല്ല ചെയ്യുന്നത്. നിങ്ങൾ ഇരിക്കുന്ന ലോകം മാറല്ല, മറിച്ച് ഇതേ ലോകത്ത് കുറെ കൂടി സ്വസ്ഥനായി, കുറെ കൂടി സ്വതന്ത്രനായി, എല്ലാ തരത്തിലുള്ളതായ എൻ്റെത് അന്യൻ്റെതുള്ള എല്ലാ വിപരീതങ്ങളെയും ദ്വൈതങ്ങളെയും മറികടന്നിട്ട് ശാന്തനായിരിക്കാൻ കഴിയുക. ആ വൈകുണ്ഠ പ്രാപ്തി ഉള്ള ശിവലോക പ്രാപ്തി എന്ന് പറഞ്ഞു. ശിവൻ എന്ന് പറയുന്നതാണ് മണ്ഡലം, കൈലാസം എന്ന് പറയുന്നതാണ് കൈലാസതയെ ശോഭിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുരാണം അതിൻ്റെ കഥയുടെ രഹസ്യത്തിന് വേണ്ടി ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ, അല്ലാതെ ഏതെങ്കിലും ഒരാളെ ഇവിടുന്ന് എടുത്ത് അവിടെ കൊണ്ടുപോയിടും വിചാരിക്കണം. തെക്കോ പടിഞ്ഞാറോ കിഴക്കോ വടക്കോ ഒരു ദിക്കിൽ എത്തിച്ചേരുന്നതല്ല യഥാർത്ഥ വൈകുണ്ഠ പ്രാപ്തി. എന്താണ്? ഈ മനസ്സിൻ്റെ സ്വച്ഛതയാണ്. എല്ലാ ദ്വന്ദ്ങ്ങളെയും അതിക്രമിച്ച്, എല്ലാ തരത്തിലുള്ള പാരുഷ്യങ്ങളെയും എല്ലാ തരത്തിലുള്ള വിപരീതങ്ങളെയും അതിക്രമിച്ചിട്ട് ശാന്തനായി സ്വസ്ഥനായി സമാധാനം. അതാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. ആ വൈകുണ്ഠം എന്ന് പറയുന്നത് ദേശകാല അതിർത്തിക്കുള്ളിൽ നിൽക്കുന്നതല്ല. നരകവും സ്വർഗമൊക്കെ എങ്ങനെയാണ്? അതായത് ഇത്ര കിലോമീറ്റർ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ പോയാൽ എത്തിച്ചേരുന്നൊരു സ്ഥലമല്ല സ്വർഗം എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരു സ്വർഗമാണെങ്കിലും അവിടെ നിന്നാലും നിങ്ങൾക്ക് മനസ്സിന് സുഖമില്ല, പിന്നെ സ്വർഗം എന്ന് പറഞ്ഞിട്ട് കാര്യം ബോർഡൊക്കെ ഉണ്ട്, സ്വർഗം എന്ന് ബോർഡ് വെച്ചു. ഇവിടുത്തെ കാര്യം നിങ്ങൾക്ക് എപ്പോഴും വേവിലാതി എപ്പോഴാളൊക്കെ ആണെങ്കിലേ ഇന്ദ്രന്റെ കാര്യം കാണിക്കുന്നതാണ്. ഇന്ദ്രൻ സ്വർഗത്തിന്റെ നാഥനാണ്. എന്നിട്ട് വല്ല സ്വൈരം ഉണ്ടായിരുന്നു എപ്പോഴും വേവിലാതി ഞാനൊന്ന് ആക്രമിക്കുന്നതായിരുന്നു. ഏതൊക്കെ രാജാവ് യാഗം ചെയ്യുമ്പോൾ എൻ്റെ സ്ഥാനം ധരിച്ചു പോകുന്നു, ഞാൻ കുതിരയെ കക്കാം, എന്തൊരു ദയനീയമായ ജീവിതം ചോദിക്കുകയാണ്. അതാണ് സ്വർഗനാഥനായ ഇന്ദ്രന്റെ സ്ഥിതിയിൽ ഇതാണ്. പക്ഷെ നമ്മൾ ആർക്കും ധൈര്യമോ? ഇപ്പൊ സ്വർഗാതിലോകങ്ങളൊക്കെ എത്ര തുച്ഛമാണെന്നാണ് വാസ്തവത്തിൽ പുരാണങ്ങൾ കാണിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാവാത്തവരെയൊക്കെ സ്വർഗം വലിയ കേമാനെ. ഇന്ദ്രന് അതിന്റെ നാഥനായ ഇന്ദ്രനൊന്നും സ്വീരമില്ല. ഒരു അഹല്യരെ പറ്റി കേട്ടപ്പോൾ ആ പണം എപ്രാളം വന്നു, താഴെ വന്ന് എന്തൊക്കെ ദോഷങ്ങൾ സമ്പാദിച്ചു, എത്ര പരിഹാസനായി തീരുമാനിച്ചു. പുരാണം മുഴുവൻ തപ്പി നോക്കി എത്ര കുതിരേനെ കെട്ടു, എത്ര പതിവൃതകളെ ബാധിവൃത്തില്ലാണ്ടാക്കാൻ ശ്രമിച്ചു, എത്ര ആളെ തമസ് കൊടുക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് ഇയാളെ സ്ഥിരം പണിയല്ലേ. ആരാളില്ലായിട്ടാ വസ്തുവിലധികം സ്വർവേശികളുണ്ട്. എന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യേണ്ടി വരുന്നത്? ഇതിനേക്കാൾ കേമം വേറെ നാം തോന്നുന്നുണ്ടാണ്, സംതൃപ്തിയില്ലാക്കാനും തോന്നുന്നു. ഇതിൻ്റെ കേമം തോന്നുന്നുണ്ടേ. അപ്പം എന്നേക്കാൾ കേമം മറ്റതാണ് തോന്നുന്നുണ്ടായി ഈ പരിഭ്രമമൊക്കെ ഉണ്ടായതേ. ഇവിടെ തെനാലി രാമനെ പറ്റിയൊരു കഥയുണ്ട്. തെനാലി രാമൻ രാജാവിനെ പരീക്ഷിക്കാൻ വേണ്ടി രാജാവിനെ അദ്ദേഹം ധാരാളം ദാനമാണ് ചെയ്യേ. കുറേ കഥയാണ്, കുറേ വാസ്തവമാണ്. കൃഷ്ണദേവരായരുടെ ഒരു സദസ്യനായിരുന്നു ഈ തെനാലി രാമൻ. അപ്പോൾ എന്ത് വെച്ചാൽ ഇദ്ദേഹം ഒരു വീടുണ്ടാക്കിയിട്ട് വീടിൻ്റെ മേലെ അവർ പരസ്യം ചെയ്തു, തനിക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവർക്ക് ഇത് കൊടുക്കുന്നതാണ്. അല്ലാത്ത അപകടമാക്കാൻ, തനിക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവർക്ക് ഇത് കൊടുക്കുന്ന. പിന്നെ എടുത്ത ചോദിക്കുമോ? ജില്ലോ ചോദിക്കില്ല, അത് കൊടുക്കുകയും വേണ്ടതാണ്. എന്നാലും നിങ്ങൾ ദോഷികൾ വന്നിട്ട് എനിക്ക് തരണം തോന്നും, നിങ്ങൾക്കുള്ള ഒരു തൃപ്തി ഉള്ളുണ്ട്, പിന്നെ ഇതിനെ ചോദിക്കുന്നത് ഞങ്ങൾക്ക് കൊടുക്കണ്ടതല്ല. അത് ഈ ഉറവിച്ചാതി സ്വർലോകരംഭകളൊക്കെ ഉണ്ടായിട്ട് പോലും സ്ത്രീകളിൽ ആസക്തി നശിക്കാത്ത ആളാണ് ഇന്ദ്രൻ. പിന്നെ ഇന്ദ്രലോകത്ത് പോലും എന്ത് കാര്യമാണ്? അത് മനസ്സിലാക്കാനാണ് ഇത് പഠിക്കേണ്ടതേ. യഥാർത്ഥത്തിൽ എവിടെയാണ് സ്വസ്ഥനായിരിക്കുമ്പോഴാണ് ശാന്തിത. സ്വസ്ഥം എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ സ്വസ്മിൻ തിഷ്ഠതി, അവനവനിൽ തന്നെ ഉറച്ചിരിക്കാൻ, വേറെ ഇതിനെ പ്രാപിക്കാനില്ലായിട്ട് ഒന്നുമില്ല, പ്രാപിക്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല എന്ന് മനസ്സിലായിട്ട് സ്വതന്ത്രനായി സ്വസ്ഥനായി ഞാനിപ്പോൾ തന്നെ എന്താണ് പരമാത്മാവാണ്, തൃപ്തനാണ് തോന്നുന്നത്. അതാണ് ഏറ്റവും വലിയ ആനന്ദം. വേറെന്തിനെ ചെന്ന് പ്രാപിക്കലാണ് ആനന്ദം. അതിന് വിഘ്നങ്ങൾ ഉണ്ടാവും. പ്രാപിച്ച് കഴിഞ്ഞാൽ അതിനെ കുറേ ദിവസം കഴിയുമ്പോൾ അതിൽ വൈരസ്യം ഉണ്ടാവും. എന്തൊരു വിഷയമാണ് ദിവസം രാവിലോട്ട് വൈദ്യുതി കണ്ട മടുപ്പില്ല, നമുക്ക് പ്രാന്തി പിടിക്കും. ഏതൊരാളും അങ്ങനെയാണ്. ഭാഗവത്തിന്റെ രസമായിട്ട് ഗോപസ്ത്രീയോട് പറയുന്നില്ലേ, ഞാൻ നിങ്ങളിൽ നിന്ന് മറന്നതല്ലയോ ഗോപസ്ത്രീയുടെ, നിങ്ങൾക്ക് എന്നിലുള്ള അനുരാഗം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ആരും വലിയ സ്നേഹമൊന്നും ഉണ്ടാവില്ലേ. രാവിലോട്ട് വൈകുന്നേരം കണ്ടാൽ കാന്തൽ ബോധനാന്ന് തോന്നുന്നു. കുറച്ച് നീ എപ്പോഴും തിരിഞ്ഞു പറഞ്ഞേക്കൊക്കെ ആദ്യമേ രസാന്ന് പറയുന്നേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ വട്ടപ്രാന്തി പിടിക്കുക. എന്ത് കാലത്തെ പോലെ ഇരിക്കുന്നു. നമുക്ക് അങ്ങനെയാണ്. ഭർത്താവാണ് ഗൾഫിനാകുന്നത്, വിദേശത്താണ്, മക്കൾ അങ്ങനെയാണ്, ആഫ്രിക്കയിലാണ് കേട്ടാൽ പിന്നെ സന്തോഷമാണ്. പിന്നെ എന്താ മക്കൾ എന്ത് ചെയ്ത് എപ്പോൾ ഇതെൻ്റെ വഴി നടക്കുന്നവർ അവർ സന്തോഷമുണ്ടോ? ദൂരെയുള്ളവരെ പറ്റി ഇപ്പോൾ സന്തോഷേ. പരമാമുഖമൊന്ന് കാണുവാൻ ദുരയുള്ളിൽ പരമാവോ സഖി കുമാരാചാര്യത്തിൽ നമുക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് അനുരാഗം വർദ്ധിക്കും. അതിനാണ് കൃഷ്ണൻ പറഞ്ഞത്, ഞാൻ നിങ്ങൾ നടന്നു എന്നതിലാണ് നിങ്ങളോട് പരിഭവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് മാസൂയഥ എന്നോട് അസൂയപ്പെടുന്നു, എന്നോട് പരിഭവം ഉണ്ടാവരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രസമാണ്. അപ്പം എപ്പോഴും കണ്ടോണ്ടിരുന്നതുകൊണ്ട് ഏത് സ്വർഗത്തിൽ പോയാലും ഈ ഭൗതികങ്ങളായ അനുഭൂതികളിലോ വിഷയേന്ദ്രിയങ്ങളിലോ ഭ്രമിക്കുന്നതൊക്കെ സമാധാനം ഉണ്ടാവില്ല.
ഇതിനേക്കാൾ കുറച്ച് മെച്ചപ്പെട്ട വേറൊന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ അതേ നല്ലതോ അത് കിട്ടിയില്ലല്ലോ എന്നാവില്ലേ. അതുകൊണ്ട് വൈകുണ്ഠപ്രാപ്തി എന്നല്ല, എല്ലാ കുണ്ഠതകളും നീങ്ങലാണ്. അത് മനസ്സിൻ്റെ ഒരു സാമ്യാവസ്ഥയാണ്, അത് സാത്വികാവസ്ഥയാണ്. വേറെ ഒന്നിനെ കൊണ്ടുള്ള എല്ലാ കമ്പങ്ങളും എല്ലാ ഭ്രമങ്ങളും അവിടെ അവസാനിക്കണം. തടപ്പരിസമാപ്യത പല ഗ്രന്ഥങ്ങളിലാണ് അതോടുകൂടി എല്ലാം അവസാനിക്കുന്നു. കാമമോഹങ്ങൾ അവസാനിക്കുന്നു, ഭ്രമങ്ങൾ അവസാനിക്കുന്നു, എല്ലാതരം തർക്കവിതർക്കങ്ങളും അതോട് സമാപിക്കുന്നു. അതാണ് വൈകുണ്ഠപ്രാപ്തി. അത് എവിടെയോ ചെന്ന് വിടലല്ല. അങ്ങനെ വിചാരിക്കുന്നുണ്ടായില്ല. അങ്ങനെ ചെന്ന് വീണ ആളാണ് ഈ ജയവിജയന്മാരൊക്കെ. അവർ ഭഗവാന്റെ പാർഷദന്മാരായി. എന്നിട്ടും ദേഷമോ പരിഹാസം കൊണ്ട് ആ ശാപം വാങ്ങി വെച്ചതേ. പിന്നെ ഇങ്ങനെ വൈകുണ്ഠത്തിലാന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് മനസ്സിൽ നിയന്ത്രിക്കാത്ത ആൾക്ക് ഏത് ലോകവും ഇങ്ങനെയാണ്. ഏതൊരു സമയത്തും എന്ത് ചെയ്യുക, അപ്പതിലുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ സ്ഥാപിക്കുന്ന എപ്പോഴാണ് അവ്യാകൃതം ഭാഗവതോധ വൈഷ്ണവം ഫലം പദം വിബുധ കലഹത്തേ. 2 ഷോ കൂടി കഴിഞ്ഞാൽ നമ്മളെ ഈ രുദ്രഗീതം തുടങ്ങും. ഈ നേരത്തെ പറഞ്ഞ പോലെ ഉപക്രമം പറഞ്ഞിട്ട് തന്നെ വൈകുന്നേരം ഇപ്പോഴേ കഷ്ടമല്ലേ. അപ്പോൾ അതൊന്നും അധികം പറയണ്ടില്ല. സ്വധർമ്മനിഷ്ഠ, സ്വധർമ്മനിഷ്ഠ കൊണ്ടേ സാധിക്കുള്ളൂ. ധർമ്മം കൊണ്ടാണ് വേദ വിഷയങ്ങളിലൊക്കെ പറയുക. എത്രയോ പണ്ഡിതന്മാർ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് 2 വിഷയങ്ങളെ വൈദിക സാഹിത്യം മുഴുവനുള്ളത്. 2 വിഷയങ്ങൾ. ഒന്നെന്താണ്? ഒന്ന് ധർമ്മമാണ്, ഒന്ന് മോക്ഷമാണ്. അപ്പൊ മോക്ഷത്തിലേക്കുള്ള വഴിയാണ് എന്ത്? ധർമ്മം. ഈ 2 വിഷയങ്ങളെ പ്രതിപാദിക്കുന്നുള്ളതാണ്. അതിനുള്ള വഴികളായിട്ടാണ് ബാക്കിയൊക്കെ പറയുന്നത്. 100,000-ഓളം ശ്രുതിവാക്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ, അഥവാ അനന്താഹ ശ്രുതയ എന്നൊക്കെ സംസ്കൃതം, അനന്തങ്ങളാകുന്നു ശ്രുതികൾ. വേദവാക്യങ്ങൾ അനന്തമാണ്, അവസാനിക്കില്ല. എന്നാലും 1,00,000 വേദമന്ത്രങ്ങളുടേത് കരുതിയാണ് അതിൽ 84,000 മന്ത്രങ്ങളും കർമ്മകാണ്ഡങ്ങളാണ് എന്ന് പറയുന്നത്. പറയുന്നത് എന്നെ അടുത്ത് പറയുന്നൊന്നും അറിയില്ല. ബാക്കി എന്ത് ചെയ്യുന്നു? 10,16,000 മന്ത്രങ്ങളേ ഉള്ളൂ. എന്തിൻ്റെ? പിന്നെ ഈ ജ്ഞാനത്തെ. കാരണം ജ്ഞാനത്തെ പറ്റി അധികം പറയേണ്ടതില്ല, അനുഭവിച്ചറിയേണ്ടതാണ്. പറഞ്ഞിട്ട് തരുന്നു. അതായത് കർമ്മകാണ്ഡം അങ്ങനെയല്ല, അതിന് 100,000 വിഷയങ്ങളില്ല. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇതിലേക്ക് എന്തായാലും അതിന് പരിഹാരം എന്താ ചെയ്യേണ്ടത്. വേറൊരു വിഘ്നം വന്നാൽ ഇങ്ങനെ പറഞ്ഞാൽ കർമ്മകാണ്ഡം അവസാനിക്കില്ല. അതുകൊണ്ടാണ് 86,000 വേദമന്ത്രങ്ങളും കർമ്മകാണ്ഡങ്ങളാണ് പറയുന്നത്. മറിച്ച് ജ്ഞാനത്തെക്കുറിച്ച് കുറച്ചേ പറയാനുള്ളത്, അനുഭവിച്ചറിയുന്നതാണ്. ഇപ്പൊ ചൂടെന്താണ്, തണുപ്പെന്താണ്, മധുരം എന്താണ് എന്നുള്ളതിനെ പ്രസംഗിച്ചിട്ട് വല്ല കാര്യമാണ്. അതെച്ചാ എവിടുന്ന് ചൂട് കിട്ടുന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അതിനെ പിന്തുടർന്നിട്ട് ആ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫലം കിട്ടും. പിന്നെ പ്രസംഗമൊന്നും ആവശ്യമില്ല. ചൂട് തുണയുന്നതാണ് എനിക്ക് ഇതും കേൾക്കുന്നത്, ഞാൻ അനുഭവിച്ചു കഴിഞ്ഞതാണ്. പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അവർ തർക്കിച്ചിട്ട് കാര്യമുണ്ടോ? തർക്കം കൊണ്ട് പുസ്തകം വായിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. പുസ്തകം വായിച്ചാൽ മനസ്സിലാവും മധുരം എന്താണെന്നുള്ളത്. സംസ്കൃതത്തിൽ പണ്ടേ പറയും എന്താണ്? വിദ്വാനയോ വിജാനാദി വിദ്വജ്ജന പരിശ്രമം. അതിൻ്റെ ഉദാഹരണം പറയുന്നത് വെച്ചാൽ, വന്ധ്യ പ്രസവവേദന അറിയാത്തതുപോലെ. പ്രസവിച്ചാലേ പ്രസവവേദന അറിയുള്ളൂ. ലോകത്തിൽ ഡോക്ടർമാർ, പുരുഷ ഡോക്ടർമാർ ആ ഗർഭകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പ്രസവ കേസുകളൊക്കെ. പക്ഷെ അവർക്കറിയോ ഗർഭവേദന എന്താണ്? പ്രസവവേദന അറിയാനാണ്, പ്രസവിച്ചാലേ അറിയുള്ളൂ. അനുഭവം കൊണ്ട് അറിയേണ്ടതാണ്. അനുഭവം ഇല്ലാത്തടത്തോളം കാലം എന്ത് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. പുസ്തകം വായിച്ചു 1000 പുസ്തകം വായിച്ചാലും പ്രസവവേദന എന്താണെന്നറിയോ? പ്രസവിക്കുന്നതാണ്. അതുപോലെ അനുഭവനിഷ്ഠമാണ് വാസ്തവത്തിൽ. ഈ അനുഭവത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പടവുകളാണ്, നിർദ്ദേശങ്ങളാണ്, പന്ഥാവാണ് ബാക്കിയൊക്കെ. എന്താ 2 വിഷയമാണ്. ഒന്ന് ധർമ്മമാണ്, ഒന്ന് മോക്ഷമാണ്, പരമമോക്ഷമാണ്. അപ്പൊ അതിനുള്ള വഴിയാണ് ധർമ്മം. ധർമ്മത്തിലൂടെ മാത്രമേ ഉള്ളൂ. ഭഗവാൻ തന്നെ പറയുന്നില്ലേ, എന്താണ്? പിന്നെ ധർമ്മത്തിലൂടെ സ്വധർമ്മയാം തമഭ്യർത്യ സിദ്ധിം വിന്ദതി മാനവ ഗീത പറയുന്നുണ്ട്. സ്വന്തം ധർമ്മത്തിലൂടെ അവനെ അർത്ഥിച്ചിട്ട് പരമമായ സിദ്ധിയെ പ്രാപിക്കുന്നു. ധർമ്മം കൊണ്ടാണ് ഭഗവാൻ അർത്ഥിക്കേണ്ടതെന്നാണ്. അപ്പൊ അതിനാണ് ഇവിടെ സ്വധർമ്മനിഷ്ഠ എന്നുള്ളത്. ധർമ്മനിഷ്ഠന്മാരല്ലാത്ത ആൾക്ക്, ധർമ്മത്തെ നിരാകരിക്കുന്ന ആൾക്ക്, അഥവാ ധർമ്മത്തിൽ നിന്ന് വ്യതിചരിക്കുന്ന ആൾക്ക് സാധിക്കുന്നതല്ല ഇത്. അപ്പൊ ധർമ്മനിഷ്ഠ കൊണ്ട് സാധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ചില വിദ്വാൻമാർ പറയുന്നത്, വേദത്തിന്റെ സാരം മുഴുവൻ പറഞ്ഞാൽ ചെറിയ 2 വാക്കേ പറയേണ്ടുള്ളതാണ്. ഒന്നെന്താണ്? സത്യം വല ധർമ്മം തര. സത്യം പറയൂ, ധർമ്മം പ്രവർത്തി. ഇതേ വേണ്ടു, ഇത്രയേ വേണ്ടൂ അല്ലേ? പക്ഷെ ഇത് ആലോചിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. നിശ്ചയം തോന്നുന്നുണ്ടെങ്കിൽ സത്യം എന്താണെന്ന് അറിയണം, എപ്പോഴും സത്യം പറയണമെന്നറിയണം, സത്യം പറയേണ്ടാത്ത സന്ദർഭം എന്താണെന്നറിയണം. ഇങ്ങനെ എന്തൊക്കെ പഠിക്കാണ്ടെന്ന് അറിയണം. കേൾക്കുമ്പോൾ എളുപ്പമാണ്. ഇതേ ഉള്ളൂ ഇല്ലേ? ഞാൻ പോയിക്കോളാം, ഞാൻ ചെയ്തോളാം. പക്ഷെ സത്യം പറയാൻ എളുപ്പമല്ല. സത്യം എന്താണെന്ന് അറിയണ്ടേ? എന്തായാലും പരമായ സത്യം എങ്ങനെ അറിയും? ഇങ്ങനെ പറഞ്ഞരുളുന്നു സത്യം. വി സി ബാലകൃഷ്ണൻ പഠിക്കാൻ ഇതേപോലെ ഇതാണോ സത്യം, അതാണോ സത്യം? സംശയം.
അപ്പൊ പറഞ്ഞുകൊണ്ടെങ്കിൽ അവസാനിക്കില്ല. അതാണ്. അപ്പൊ ഇത് വളരെ ചുരുക്കി പറയുന്നത് ആളെ സമാധാനിപ്പിക്കാനാണ്. പക്ഷെ ചുരുക്കത്തിനെ കൊണ്ട് നമ്മൾ കുഴകും. അപ്പൊ അതിന് വീണ്ടും വിസ്തരിക്കുക. അങ്ങനെ ധാരാളം പറയേണ്ടത്. മറ്റു പറയാനതേ ഉള്ളൂ. എന്ത് ചെയ്യണം? സ്വധർമ്മനിഷ്ഠനായി ജീവിക്കുന്നു. കഴിഞ്ഞു. എല്ലാ ഉപദേശങ്ങളും കഴിഞ്ഞു. പിന്നെ ധർമ്മധാരയുടെ ധർമ്മത്തിന് 3 നിർവചനങ്ങൾ. വ്യാസൻ മഹാഭാരതത്തിൽ പലതിക്കും പലതും പറഞ്ഞിട്ടുണ്ട് ധർമ്മത്തിനെ. കാലദേശോചിതം കർമ്മം ധർമ്മവിദ്യ വിധീയതേ പറയും. മുനി പറയും വേദോഖിലോ ധർമ്മമൂലം സ്മൃതി ശേചേതം ആധാരാഷ്ടൈവ സാധൂനാം ആത്മനസ്തുഷ്ടിരേവരാണ് വേറെയൊക്കെ പറയും. വേറൊരിക്കൽ വ്യാസൻ തന്നെ പറയുന്നുണ്ട് ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വാപ്യവധാര്യതാം എന്താണ് ഇടയ്ക്ക് കിട്ടുകയില്ല. ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വാപ്യവധാരതാം ആത്മന പ്രതികൂലാനി പരേഷാണ് സമാജനെ. ഇതേ ഉള്ളൂ ധർമ്മം എന്നാണ്. തനിക്ക് ക്ലേശകരമായി തോന്നുന്നു, തനിക്ക് പ്രതികൂലമായി തോന്നുന്നു അന്യന്മാരോട് ചെയ്യരുത്. മാത്രമേ ചെയ്യുന്നുള്ളൂ. എളുപ്പം പറഞ്ഞു കഴിഞ്ഞു. ആത്മന പ്രതികൂലാനി പരേഷാം ആ സമാജനെ. ഇങ്ങനെ ചുരുക്കം പറഞ്ഞാൽ എന്താ വെച്ചാൽ സ്വധർമ്മനിഷ്ഠ എന്നുള്ളത് അത്ര എളുപ്പമുള്ളതല്ല. എളുപ്പമുള്ളതാണ്, പിന്നെ അതിന് പ്രാധാന്യം ഉണ്ടാവില്ല. ഇത് വലിയ ബ്രഹ്മവിദ്യ ഒന്നുമല്ല. നാളിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? ബ്രഹ്മവിദ്യ വിഷമമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം പറയേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ എന്തുകൊണ്ടാണ് പിന്നെ മോക്ഷത്തെ പറ്റി പറയേണ്ടി വരാത്തത്? അത് അനുഭവം കൊണ്ട് അറിയും. അപ്പം നിങ്ങൾ ഇതിനെ നേരെ നടക്കൂ, കിഴക്കോട്ട് നടക്കൂ, പടിഞ്ഞാറോട്ട് നടക്കൂ എന്ന് പറഞ്ഞാൽ എത്തുണ്ടെങ്കിൽ എത്തിക്കഴിയും. പിന്നെ വിവരിക്കേണ്ട കാര്യമില്ല. അതായത് കണ്ട് മനസ്സിലാക്കാം, അനുഭവിച്ചറിയാം. പക്ഷെ വിവരിക്കേണ്ടതൊക്കെ എന്തിനാണ്? ആ ലക്ഷ്യപ്രാപ്തിക്കുള്ള മാർഗത്തിനുള്ളതാണ്. ഈ മാർഗവിവരണമാണ് മുക്കാലെ അരയ്ക്കാനെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് 14,000 മന്ത്രങ്ങൾ അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പൊ പഞ്ചസാര വായിലിട്ട് കഴിഞ്ഞാൽ മധുരം എന്താണെന്ന് പിന്നെ പ്രസംഗം വേണം, ഇനിയാൾ ഉപദേശം വേണം, ഒന്നും വേണ്ട. പക്ഷെ പഞ്ചസാര അവിടെ കിട്ടും. അതെങ്ങനെ കഴിക്കണം, എത്രത്തോളം കഴിക്കണം, അതിൻ്റെ കഴിച്ചാൽ അപകടം എന്താണ് എന്ന് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അനുഭവം മുഴുവൻ എവിടെ നിന്നുണ്ടാവുന്നതാണ്? തന്നിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. വേറൊരാൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അനുഭവത്തിൽ. അതുകൊണ്ട് സ്വധർമ്മനിഷ്ഠയോട് കൂടിയിട്ട് സ്വധർമ്മനിഷ്ഠ ശബദന്മവിപ്പുമാൻ വിരിഞ്ചതാവേദി തതപ്പരം ഹിമേ മാം അവ്യാകൃതം ഭാഗവതോധ വൈഷ്ണവം അതെന്താകം വിമുഖാകനാത്യേ വിമുഖം അറിയണം പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഭഗവാനെ പ്രാപിക്കാൻ പോകുന്നവരായ നിങ്ങൾ സുഹൃത്തുക്കളാണ്, സജ്ജനങ്ങളാണ്, എനിക്ക് നിങ്ങളോട് പ്രിയമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ആ ഭഗവാനെ സ്തുതിക്കാനും ഭഗവാനെ പ്രീതിപ്പെടുത്താനും വേണ്ടിയിട്ട് ഞാനൊരു സ്തോത്രം നിങ്ങൾ പറഞ്ഞു തരാം എന്ന് പറയാൻ. അതിനുള്ള വക്രമായതൊക്കെ അതീ പറഞ്ഞ പോലെ ഭഗവാന് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അല്ലാതെ വികാരങ്ങൾക്ക് അപ്പുറത്തുള്ള ആളാണ്. പക്ഷെ നമ്മൾ ദേവതാസ്വരൂപമായി കരുതിയിട്ട് അങ്ങനെ പറയാൻ യഥാർത്ഥത്തില് ജീവനും ബ്രഹ്മം ഒന്ന് തന്നെയാണെന്നാണ് വേദാന്തത്തിന്റെ പരമതത്വം. പിന്നെ പോലെ ആസ്വദിക്കണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടായിട്ടുള്ള അനുഭവത്തിൽ പറയാൻ എല്ലാ വിഷയങ്ങളും എങ്ങനെയാണ് പഠനപാഠനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഏകീകൃതമായിരിക്കുന്നതിനെ അവ്യാകൃതമായിരിക്കുന്നതിനെ വ്യാകൃതമാക്കി പറയാം. അതിൻ്റെ ന്യായം. ഇപ്പം എൻ്റെ കണ്ണ്, എൻ്റെ കൈ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി, പഠിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ജീവന് ശരീരഭാഗങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നു? എല്ലുകളെ പറ്റി വേറെ പഠിക്കുന്നു, വല്ലുകളെ പറ്റി പഠിക്കുന്നു, രക്തനാടികളെ പറ്റി പറയുന്നു, ഹൃദയത്തെ പറ്റി, ഇങ്ങനെ വേറെ പഠി. ഇതൊക്കെ കൂടിയാണ് ഇയാളെ വേറെ എടുത്ത് പഠിക്കാൻ കഴിയില്ല. പക്ഷെ പഠനപാഠനങ്ങളിൽ എന്ത് ചെയ്യുന്നു? വേറെ എന്നുള്ളത് പോലെ കരുതിയിട്ട് പചന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ പഠിക്കും. അത്രയാണ്. അതുകൊണ്ട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രിയമൊന്നുമില്ല. അപ്രിയമില്ല ഭഗവാന്. പിന്നെ ഭഗവാനെ പ്രിയപ്പെടുത്തണം എന്ന് പറഞ്ഞാലോ അത് ഔപചാരികമായിട്ട് പറയാൻ. അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത് അഥ ഭാഗവതായൂയം പ്രിയാസ്ത ഭഗവന്യഥാ ഭാഗവതാനന്ദാപ്രയാനന്യോസ്തി അഥ ഭാഗവതായൂയം പ്രിയാസ്ത ഭഗവന്യഥാ ഭാഗവതാനന്ദാം പ്രയാനന്യോസ്തി അർഹിതിൽ. നേരത്തെ പറഞ്ഞ പോലെ പറയാണ്, എനിക്ക് ഭഗവാനുള്ള പ്രിയനാണ്, ഭഗവാൻ ഞാനും പ്രിയനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അന്വേഷിച്ച് പറയാം. എന്ന് പറയാണ് അഥ ഭാഗവതായൂയം. നിങ്ങൾ ഭാഗവതന്മാരാണ്. ഭാഗവതന്മാരാരാണ്? ഭാഗവതം വായിക്കുന്നയാളോ ഭാഗവതം പ്രസംഗിക്കുന്നയാളൊന്നല്ല. ഭാഗവതന്മൊക്കെ ഏകാസ്കന്ധത്തിന്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരാ ഭാഗവതന്മാരാണ്? എല്ലാ ജീവനിലും ഭഗവാനെ കാണുന്നവരാണ്, ആരോടും ദ്വേഷമില്ലാത്തവരാണ്, ആരോടും നിന്ദിക്കാത്തവരാണ് എന്നൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭാഗവതന്മാരുടെ ലക്ഷണം എന്താണെന്നുള്ളത് വസുദേവർ നാരദനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നാരദൻ പഴയ ആൾക്കാരെ ഉദ്ധരിച്ചിട്ട് പറയും. ഇതൊക്കെ ഏകാശ്രമത്തിലുണ്ട്. ഭാഗവതന്മാരെന്നാണ് നമ്മളിപ്പോൾ എന്ത് വിചാരിക്കുന്നു?
ഭാഗവതം വായിക്കുന്നവരാണ്, ഭാഗവതം പ്രസംഗിക്കുന്നവരാണ് ഭാഗവതന്മാരെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ആവണമെന്നില്ല. പലപ്പോഴും അങ്ങനെ അല്ലതായിരുന്നു. കാരണം ഭാഗവതം പറയുന്നത് തന്നെ പേരിനോ പ്രശസ്തിക്കോ കാല് കിട്ടാനോ വേണ്ടിയിട്ടൊക്കെയാണ്. അങ്ങനെ പലതും ഉണ്ടാവും. തെറ്റാണോ ശരിയാണെന്നൊക്കെ പറയാൻ നമ്മൾ ആളല്ല, പക്ഷെ അങ്ങനെ ഉണ്ടാവാം. യഥാർത്ഥ ഭാഗവതന്മാർ, ഭാഗവതം എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്, ഇത് അറിയണമെന്നില്ല. ജീവിതം കൊണ്ട് അവർ ഭാഗവതന്മാരാണ്. ആരോടും ദേഷ്യമില്ല, ആരോടും നിന്ദയില്ല, എല്ലാ ജീവനിലും കരുണയുണ്ട് ഒക്കെയാണ്. മനസ്സേതാനുഭൂതാനീമാനയൻ ഈശ്വരോ ദീപകലയാ വിഷ്ണോ ഭഗവാനിധി ഇതൊക്കെ ഹൃദയ സ്കന്ധത്തിലെ കമലോദയത്തിൽ ഭഗവാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഭഗവന്മാര്? സമസ്തരെ നമസ്കരിക്കുന്നവരാണ്. അതാണ് അവരെന്ത് ചെയ്തു? മനസ്സേതാനി ഭൂതാനി ഏതാനി ഭൂതാനി മനസ്സായവ, ഈ കാണുന്ന ഭൂതജാലങ്ങളെ സൃഷ്ടിവിശേഷങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നു? പ്രണമേ ബഹുമാനയം, പ്രണമിക്ക് നമസ്കരിക്കുന്നതാണ്. എന്ത് വിചാരത്തിലാണ്? ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിധി. ഈ പിന്നെ പരുത്തായാലും പെരിച്ചാഴിയായാലും നമുക്കിത് നിസ്സാര ജീവികളാന്ന് തോന്നും. ആ ജീവജാലകളൊക്കെ ചലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ നിന്നുകൊണ്ടാണ്. അതിന് ആ ഭഗവാൻ നമസ്കരിക്കുന്നതാണ്. അത് പട്ടിയായാലും പൂച്ചയായാലും ഏത് ജീവിനും, നായായാലും പന്നിയായാലും, പന്നി വൃത്തികെട്ട ജീവിയാണ്, കുരങ്ങ മോശാന്നൊക്കെ ആരും നമുക്ക് നല്ലോണമുണ്ടേ. കുരങ്ങനെ പോലെ ഉണ്ട് കണ്ടാലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കുരങ്ങൻ ബഹുമാനാണെന്ന് തോന്നുന്നുകൊണ്ടാണ്. അങ്ങനെ പറയുമോ? അപ്പൊ ഈ വിചാരമുണ്ട്. ആ വിചാരം ഇല്ലാതെ എന്ത് ചെയ്യണം? എല്ലാത്തിനെയും മനസ്സുകൊണ്ട് നമസ്കരിക്കണേ എന്നാണ്. ഇതാണ് ഭക്തന്മാരുടെ ലക്ഷണമാവുന്നത്. അല്ലാതെ നിങ്ങൾ പുറത്തുള്ള വിഗ്രഹത്തെ നമസ്കരിക്കുന്നതല്ല. നമസ്കരിക്കരുത് നീ പറഞ്ഞ അർത്ഥമില്ല. പക്ഷെ യഥാർത്ഥ തത്വം എന്താണ്? മനസ്സൈതാനുഭൂതാനി ബഹുമാനം, ബഹുമാനത്തോട് നമസ്കരിക്കൂ. എന്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത്? ഈശ്വരോ ജീവകലയാ ഇഷ്ടോ ഭഗവാനിധി. എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു പദ്യമാണ്. വളരെ വ്യക്തമായിട്ട് കപിലവാസുദേവൻ അമ്മയെ ഉപദേശിക്കും പറയും. അതും എനിക്ക് വളരെ രസമായി തോന്നിയത്, മനസ്സൈതാനി, മനസ്സുകൊണ്ട് നമസ്കരിക്കാനാണ് പറഞ്ഞത്, ശരീരം കൊണ്ടല്ല. അതിൻ്റെ കണ്ട പട്ടീനെ പൂജയെ നമസ്കരിക്കാൻ നോക്കിയാൽ നിലത്ത് എണീക്കലുണ്ടാവില്ല. ഇത്രയും പട്ടിയുണ്ട് ലോകത്തെ. നമ്മൾ പിന്നെ ഇറങ്ങുമ്പേ ഒരു പട്ടീനെ കണ്ട് നമസ്കരിച്ചു, ഉപ്പായാലും ചീത്തയായി എണീക്കുമ്പോൾ വേറൊരു പട്ടീനെ കാണും, വേറെ പൂച്ചനെ കാണും. തെരുമ്പൊക്കെ എത്രയുള്ളതെന്ന് ഒരു കണക്കുമില്ല. ഇതൊക്കെ നമസ്കരിക്കാൻ പുറപ്പെട്ട ഇവൻ സിദ്ധി കൂടുന്നില്ലേ? സാധിക്കുമോ? അതുകൊണ്ട് പറഞ്ഞ മനസ്സൈതാനി പൂജാനി, മനസ്സുകൊണ്ട് നമസ്കരിക്കും. രസമായി വന്നത് മനസ്സിലാ വിചാരം ഉണ്ടാവുന്നത്. പട്ടിയായാലും പന്നിയായാലും പെരിച്ചാഴിയായാലും പല്ലിയായാലും എന്തിനെ കാണുമ്പോൾ ഒന്ന് വിചാരിക്കണം? ഭഗവാൻ വിചാരിക്കണം. ഭഗവാന്റെ സ്വരൂപമാണ്, ഭഗവാന്റെ സൃഷ്ടികളാണ്. അത് മോശമാണെന്ന് വിധിവിധാനം അതിനെ നിന്ദിക്കാനും ദ്രോഹിക്കാനും നമുക്കൊരു അധികാരമില്ല. പ്രത്യേകിച്ച് ഭക്തന്മാരാണ് നടിക്കുന്നവർക്ക്. ഈശ്വരന്റെ ഭക്തനാന്ന് പറയാം. ഈശ്വരന്റെ സന്താനങ്ങളെ മുഴുവൻ ദ്രോഹിക്കുകയും പരീക്ഷിക്കുകയും ചെയ്താൽ പിന്നെ ഈശ്വരന്റെ ബഹുമാനമുണ്ടോ? നമ്മളെ കണ്ടപ്പോൾ തിരുമേനി തന്നെ പറഞ്ഞു, നമ്മളെ മക്കളെ കണ്ട കാലിൽ തിരികെയും ചെയ്താൽ എനിക്ക് സന്തോഷമുണ്ടാവും. അതുപോലെയാണ് ഭഗവാന്റെ സന്താനങ്ങളാണ്. ഇവിടെ നമ്മൾ ആലോചിക്കണേ, ഭഗവാന്റെ സന്താനങ്ങളാണ്. നമുക്ക് നിസ്സാരാണ്, വൃത്തികെട്ട ജീവിയാതൊക്കെ തോന്നുകയാണ്. പുഴുവായാലും പുൽച്ചാടിയായാലും ഒക്കെ അങ്ങനെയാണ്. കാരണം ഭഗവാന്റെ സൃഷ്ടികളാണ്. അത് കണ്ടിട്ട് എന്ത് ചെയ്യണം? മനസ്സൈതാനുഭൂതാനി പ്രണമേ ബഹുമാനയും, ബഹുമാനത്തോട് പ്രണമിക്കാൻ സാധിക്കണേ. അതാണ് ഭാഗവതന്മാര്. അതുകൊണ്ട് അവിടെ പറഞ്ഞത് അഥഭാഗവതന്യൂയം പ്രിയാസ്തഭഗവന്തം ഭാഗവതാനാം പ്രിയോ നിങ്ങൾ ആ ഭാഗവതന്മാരാണല്ലോ എന്ന് പറയാണ്. അപ്പൊ ഭാഗവതന്മാരുടെ ലക്ഷണമൊക്കെ അനവധി ദിക്കിലും പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏകാസ്മെന്ന് പറഞ്ഞിട്ട് പല ദിക്കിലും പറയും. 11ാം അധ്യായത്തിലെ ഭക്തന്മാരുടെ ലക്ഷണം 12ാമത്തെ അധ്യായത്തിൽ ഏകാസ്യം വീണ്ടും പറയും. ആരൊക്കെയാണ് ഭഗവത് ഭക്തന്മാര്? കാമങ്ങൾ കുറയ്ക്കുന്നവരാണ്, അന്യന്മാർക്ക് ഉപകാരം ചെയ്യുന്നവരാണ്, ഏതെങ്കിലും ചില ക്രിയാവിധാനങ്ങൾക്കും കർമ്മമാർഗത്തിനൊക്കെ അടിപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ ചില പ്രത്യേക ലക്ഷണങ്ങളാണ് ഭക്തി ലക്ഷണം വിചാരിക്കുന്നതാണ്. കുളിക്കുന്നവനാണ്, കുളിയിടുന്നവനാണ്, പ്രദക്ഷിണം വെക്കുന്നവനാണ്, ഏകാശം വെക്കുന്നവനാണ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നുന്നു. നിങ്ങൾ 4 5 പുരാണങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, താത്വികമായി പറയുന്ന ഒരൊറ്റ ദിക്കിലും ഭക്തി ലക്ഷണം ഇതൊന്നല്ല പറഞ്ഞത്. ദേവീഭാഗവതം വായിച്ചു നോക്കിയാൽ അറിയാം, ശിവപുരാണം വായിച്ചു നോക്കിയാൽ അറിയാം. അവിടെ ദേവി ഗീത എന്ന് പറഞ്ഞിട്ട് ദേവീഭാഗവതത്തിലുണ്ട്. അവിടെയൊക്കെ ഭക്തന്മാരുടെ ലക്ഷണം പറയുമ്പോൾ ഈ കുളിയും കുറിയും ജപമൊന്നുമല്ല പറഞ്ഞത്. അതൊക്കെ ഈ ഒരു മനോഭാവത്തെ കൊണ്ടാണ്. ഉയർന്നൊരു മനോഭാവമാണ്. എല്ലാവരും ആസക്തി ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം, കൃതമൈത്രമായിരിക്കണം എന്നൊക്കെ അവിടെ പറഞ്ഞില്ലേ. അവിടെ ഇത് ചെയ്യരുത് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അതൊക്കെ ആൾ പറയാൻ തന്നെ ചെയ്തോളുക. വിദ്യാർത്ഥിയുടെ ലക്ഷണം പറയുമ്പോൾ സ്കൂളിൽ പോകുന്നവനാണെന്നുള്ളതല്ല, സ്കൂളിൽ പോകുന്നത് പഠിക്കാനുള്ള ഒരു വഴി മാത്രമേ. അമേരിക്കൻ ചിന്തകനായ എമേഴ്സൺ പറയുന്നുണ്ട്, കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാഭ്യാസമല്ല, അത് വിദ്യാഭ്യാസമുള്ള വഴിയാണ്. നമ്മൾ പഠിക്കുകയും കൂടിയില്ല, പോയാൽ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്നത്. കോളേജിൽ പോകുന്നുണ്ടല്ലോ, പോകലാണ് വിദ്യാർത്ഥി. അങ്ങനെ വിചാരിക്കുന്നതല്ല. പോകുന്നതല്ല, പഠിക്കുന്നതന്നെ വിദ്യാഭ്യാസമല്ല, പഠിക്കുന്നത് പോലും എന്താണ്? നല്ല വഴിയാണ്. അപ്പൊ ഈ നോൻപുകളോ വ്രതങ്ങളോ കുറിയോ സേവയോ
നെറ്റിയിലെ ചന്ദനക്കുറിയോ ചെവിയിൽ കാണുന്ന പൂവൊന്നും ഭക്തന്റെ ലക്ഷണം എന്ന് പറയാൻ വയ്യ. താത്വികമായിട്ട് ഹൃദയശുദ്ധി നോക്കിയിട്ടാണ്. കുമാരാ കണ്ടുപിടിക്കാൻ അറിയില്ല. വളരെ അടുത്ത് പരിചയമൊക്കെ കാണുള്ളൂ. അതുകൊണ്ടാണ് യദ്ലിംഗൈ എന്നൊക്കെ ചോദിക്കുന്നത്. ഏതൊരു ലിംഗത്തെ അടയാളം തന്നെ, എന്ത് അടയാളം കൊണ്ടാണ് ഭഗവത് ഭക്തന്മാരെ അറിയുക എന്ന് ചോദിച്ചപ്പോൾ നവയോഗികൾ പറയുന്നുണ്ട്. അറിയേണ്ട കുറച്ചറിയാൻ വിഷമാണ്. ഏതൊരാളാണോ ഈ 3 ലോകത്തിലെ സുഖങ്ങൾ തരാന്ന് പറഞ്ഞാൽ പോലും ഭഗവാനെ വിടാത്തത്, അവരാണ് ഭഗവത് ഭക്തന്മാർ. നമ്മളാണെങ്കിലോ കുളിയും ജപമൊക്കെ തന്നെ സുഖം കിട്ടാനാണ്. നിങ്ങൾ കുളിക്കുകയും വേണ്ട, ജപിക്കുകയും വേണ്ട, ഭാഗവതം വായിക്കണ്ട, അങ്ങനെ എന്ത് പഠിച്ചാൽ ഞാൻ തരാമെന്ന് ഒരാൾ ഉറപ്പിച്ച് പറഞ്ഞാൽ അത് കിട്ടും. നമുക്ക് വിശ്വാസം വന്നാൽ നമ്മൾ അന്ന് നിർത്തി നോക്കി വെറുതെ കഷ്ടപ്പെടുന്നത്. ഇതൊന്നും ചെയ്യാണ്ട് വെറുതെ രാവിലെ എഴുതി കുളിക്കാൻ കഷ്ടപ്പെട്ടി പുസ്തകം വായിക്കാൻ നോക്കണം. ഞാൻ തരാമെന്ന് പറഞ്ഞു. ആ പറഞ്ഞാളുടെ വാക്കിന് നമുക്ക് നല്ല ഉറപ്പൊന്നും കഴിഞ്ഞാൽ പിന്നെ വെറുതെ എനിക്ക് കഷ്ടപ്പെടണ്ട, സുഖമായിട്ട് കിടന്നുറക്കാൻ എനിക്ക് കഷ്ടപ്പെടുന്നു. നിങ്ങൾ ഭഗവാനെ പ്രീതിപ്പെടുത്താനാണേ. പ്രീതിപ്പെടുത്തുന്നത് എന്തിനാണ്? ഇങ്ങനെ സ്വർഗാദി കാമനകൾക്ക് വേണ്ടിയാണ്. അത് ഇതൊന്നും ഇല്ലാണ്ട് കിട്ടുമെങ്കിൽ പിന്നെ ഈ കഷ്ടപ്പെടണോ? അത് തോന്നില്ലേ? അങ്ങനെയല്ല ഭഗവാൻ. ലോകം മുഴുവൻ തരാന്ന് പറഞ്ഞാൽ പോലും 14 ലോകങ്ങളുടെ വിഭവഖേദോ ത്രിഭുവന വിഭവഖേദോ 3 ലോകത്തിലുള്ളതോ ഗുണങ്ങൾ തരാന്ന് പറഞ്ഞാലും ആരല്ല ലവനിമിഷാർത്ഥമീ, ഒരു നിമിഷത്തിന്റെ ചെറിയൊരു ഭാഗം, നിമിഷത്തിന്റെ വളരെ ചെറുതാണ്, അതിന്റെ ചെറിയൊരു ഭാഗം പോലും എന്ത് ചെയ്യില്ല, ഈശ്വരനെ വിചാരിക്കാതിരിക്കില്ല എന്നാണ് ഭക്തന്മാർ. അത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ചെയ്ത് പിന്നെ എന്ത് ഭക്തി വന്നിരിക്കുന്നു? കിട്ടുന്ന ഏത് ആസ്തിയും ചെയ്യും. 10 രൂപയൊക്കെ എടുത്താൽ 10 കോടി തരാമെന്ന് പറഞ്ഞാൽ ഏത് കഴിഞ്ഞ് ഏത് വിട്ടി എടുക്കില്ലേ? വിശ്വാസം വേണം. കിട്ടുമല്ലോ എന്നിട്ടാണ്. അല്ലാതെ രാജ്യം നന്നായിക്കോട്ടെ, രാജ്യത്തെ പുരോഗമന പ്രവർത്തനം നടത്തണം, സ്വാധീനമൊക്കെ പെൻഷൻ കൊടുക്കുക, പണം പണിച്ചിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ഓണിക്കാൻ 1 ലക്ഷം കൂടെ പോലും നോക്കി. ഇപ്പം 1 ലക്ഷത്തിന് വിലയിലുണ്ടാവില്ല. 1 ലക്ഷവും കാറെന്നുള്ള യശോദയൻ്റെ നോവലൊക്കെ വായിച്ചാൽ പണ്ട് കാലത്ത് 1 ലക്ഷത്തിന് വലിയ കാര്യമാണ്. 1 ലക്ഷം കൂടെ പോലും നോക്കുന്നത് അത് കിട്ടാനാണ് എടുക്കുന്നേ. ടിക്കറ്റ് കൂടി എടുക്കാണ്ട് തരാമെന്ന് പറഞ്ഞാൽ പിന്നെ അനുഭവിക്കട്ടോ? അങ്ങനെയല്ല. അഥഭാഗവത അയ്യം പ്രിയാസ്ത ഭഗവാൻ യഥാ ഞാൻ ഭാഗവതാന. എനിക്കാട്ടെ ഭഗവാൻ പറയാണ്, പരമശിവൻ പറയാണ്, എനിക്കാട്ടെ ഈ ഭഗവത് ഭക്തന്മാരെക്കാൾ പ്രിയം ആരോടുമില്ല. ആരോടാ ഭഗവാൻ പ്രിയം? വിഷ്ണു ഭഗവാനാണ്. വൈഷ്ണവന്മാരായിരിക്കുന്ന വാസുദേവനായിരിക്കുന്ന ഭഗവാനിൽ അർപ്പിക്കുന്നവരെയാണ് എനിക്കിഷ്ടം എന്നാണ്. അത് ഭാഗവതായൂയം പ്രിയാസ്ത ഭഗവാൻ യഥാ ഭാഗവതാന പ്രയോ അന്യോസ്തി കർഹിത്. കർഹിത് ഒരിക്കലും വേറൊരാളില്ല, അന്യഹാസ്തി, വേറൊരാളില്ല. ഇത്ര പ്രിയങ്കരായിട്ട് ആ വൈകുണ്ഠനാഥനായിരിക്കുന്ന ഭഗവാന്റെ പാദകമലങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള ബുദ്ധിയോട് കൂടിയവരായ ഭഗവത് ഭക്തന്മാരെ പോലെ എനിക്ക് പ്രിയമായിട്ട് ആരില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നത്. പറയാം, ഇങ്ങനെയൊക്കെ പ്രേരിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഭഗവാൻ? ശിഷ്യന്മാരുടെ വാത്സല്യം കൊണ്ടാണ്. ഇപ്പൊ ചിലപ്പോ ഈ ഗുരുക്കന്മാര് ഭീഷണിപ്പെടുത്തും, പ്രലോഭിപ്പിക്കുന്നു. എന്തിനാണ്? ഗുരുവിന് പ്രത്യേകിച്ചൊന്നും കിട്ടേണ്ടിയിട്ടില്ല, ശിഷ്യനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടും അവരുടെ വാത്സല്യം കാണിക്കാൻ വേണ്ടി അവർക്ക് ഇതിൽ വിശ്വാസം ഉറപ്പിക്കാനൊക്കെയാണ്. വിശ്വാസം ഉറപ്പിക്കുന്നത് എന്തിനാണ്? അയാളെ സത്യതയെ പ്രിയമായിട്ട് കരുതുന്നുണ്ടാണ്. അതായത് എല്ലാം ഇങ്ങനെയല്ല. രാമകൃഷ്ണൻ പറഞ്ഞില്ല, അധ്യാപകർ പലതരത്തിലാണ്. നല്ല തീർന്നു അടിച്ചു പഠിപ്പിക്കുന്നു. എല്ലാം ഇത് പറയണ്ട പറഞ്ഞാൽ കേട്ടാലും വേണ്ട, കേട്ടില്ലേ വേണ്ട, നീ പഠിച്ചില്ലേ വേണ്ട, എനിക്ക് ശമ്പളം കിട്ടും, അത് ഇപ്പോൾ ഉറപ്പില്ലാണ്ടായി കേട്ടോ, ശമ്പളം കിട്ടുന്നതിന് ഇപ്പോൾ ഉറപ്പില്ലാണ്ട ലോകം പോകുന്നു. പണ്ടൊക്കെ അങ്ങനെയാണ് പറ്റുന്നത്. 4 മണി കഴിഞ്ഞാൽ ഞാൻ അധ്യാപകനാവേണ്ട കാര്യമില്ല, നിങ്ങൾ പഠിച്ചാൽ നീ പഠിച്ചില്ലേ, ഞാൻ എൻ്റെ പണിയെടുത്തു കഴിയുന്നു. അതാണ് നിഷ്കർമ്മമാവാതെ. അങ്ങനെയാണ് എന്ത് ചെയ്യുക ചെയ്യുന്നത്? അങ്ങനെയല്ല. അതേ ചെല്ല് വൈദ്യന്മാരെ പറ്റിയൊക്കെ പറയുമ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞു, ചില വൈദ്യന്മാർ ചെയ്യുന്നു, രോഗികൾ നിർദ്ദേശിക്കുക മാത്രം ചെയ്യുന്നു, ചെയ്താലും വേണ്ട ഇതിലും വേണ്ട. ചിലം ചെയ്യുന്നു, ചെയ്യുന്നു ഇല്ലോ എന്ന് വിശദമായി നോക്കുന്നു. ചിലം ചെയ്യുന്നു, മലത്തി കിടത്തിയിട്ടൊക്കെ മരുന്ന് കുടിപ്പിക്കുന്നു. പക്ഷേ അവരോട് സ്നേഹം കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ എനിക്ക് ഭാഗവതാനന്ദ പ്രിയോ അന്യോസ്തികർഹിത്, എനിക്ക് ഇങ്ങനെ പ്രിയന്മാരായിട്ട്, ഭഗവത് ഭക്തന്മാരെ പോലെ പ്രിയന്മാരായിട്ട്, വൈകുണ്ഠ ഭക്തന്മാരെ പോലെ പ്രിയന്മാരായിട്ട് ആരുമില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് അതേ ഗൗരവത്തില് എടുക്കണം എന്ന് ശിഷ്യന്മാരോട് പറയാൻ. അതിൻ്റെ അർത്ഥം അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. ലൗകിക ജീവിതത്തിൽ അങ്ങനെയാണ്. ഞാൻ നിങ്ങളോടായോണ്ടായി പറയുന്നത് എന്താണ് കേൾക്കുന്നത് വിചാരിക്കുക, എന്നോട് പിന്നെ പ്രിയമുണ്ട് എന്ന് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പറയാൻ തോന്നില്ല. അത് ഗൗരവമായി എടുക്കുന്നില്ലാണ്. ചിലരോട് ഈ പറയുന്നതൊക്കെ ഒരുതിയാണ്. ഒരാളെയും വിശ്വസിക്കാത്ത ആളുണ്ടാണ്. അവർക്ക് ആര് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ മനഃശാസ്ത്രകാരന്മാർ പറയും, നിങ്ങൾ കാര്യമായ സംഗതികളൊക്കെ സദസ്സിനോട് പറഞ്ഞാൽ ഓരോ ആളും എന്ത് ചെയ്തു
അത് ഉൾക്കൊണ്ടൊന്നും വരില്ല. കാരണം ഇതൊക്കെ മറ്റവരോട് പറയാതെ വിചാരിക്കും. അതാ ഈ പൊതുപ്രസംഗം കൊണ്ട് പ്രയോജനമില്ല എന്ന് പറയുന്നത്. നമ്മളൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട് എന്നുള്ളത് വേറെ കാര്യം. എത്ര ആൾ പ്രസംഗിക്കുന്നു, പ്രസംഗം കേൾക്കുന്ന വിചാരിക്കും ഇതൊക്കെ മറ്റവരോട് പറഞ്ഞു, എന്നോടെല്ലാം ആരും ഇതൊന്നും ചെയ്യില്ല. നൂറുകണക്കിന് ആൾ കേൾക്കുന്നേ ഉള്ളൂ. മറ്റൊരാളെ സ്വകാര്യമായി വിളിച്ചിട്ട് അടുത്ത് ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഇന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നെ പ്രിയനായി കണക്കാക്കിയിരിക്കുന്നു, എന്നോട് വിശ്വാസമുണ്ട്, എന്നെ എന്ത് ചെയ്യുന്നു കൂട്ടത്തിൽ നിന്ന് വേർതിരിച്ച് വ്യത്യസ്തനായി ഗണിച്ചിരിക്കുന്നു എന്നൊക്കെ ആരും തോന്നുന്നില്ല. അയാൾക്ക് കുറച്ചുകൂടി വിശ്വാസം ഉണ്ടാകും. കുറേ ആൾ നിൽക്കുമ്പോൾ ഇങ്ങനെ ആരും ചെയ്യണമെന്ന് ആൾ വിലപിച്ചൊന്നുമില്ല. നിങ്ങൾ ആൾക്കൊണ്ടൊന്നും ആൾ വിളിച്ചുകൊണ്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ബഹുമാനിച്ചുകൊണ്ടു ഒരു വിദ്യയാണ്. അതുപോലെ ഭഗവാൻ പറയാണ്, അത് ഭഗവാനൊന്നും കിട്ടേണ്ടിയിട്ടില്ല എന്നർത്ഥം. അതിന് പറയാണ് അതാ ഭാഗവതായൂയം, നിങ്ങൾ ആ ഭഗവത് ഭക്തന്മാരാണല്ലോ. പ്രിയാസ്ത ഭഗവാൻ യഥാ, നിങ്ങൾ ഭഗവാനെ പോലെ എനിക്കും പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ ഭഗവത് ഭക്തന്മാരാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ എന്താണ് എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എന്ന് മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷ്ണു ഭക്തന്മാരെ പോലെ പ്രിയങ്കരായിട്ട് ആരുമില്ല. ഇത്രയധികം ഉറപ്പ് കൊടുക്കുക. എനിക്ക് നിങ്ങളെപ്പോലെ ഭഗവത് ഭക്തന്മാരായിരിക്കുന്ന വൈഷ്ണവ ഭക്തന്മാരെ പോലെ പ്രിയമായിട്ട് ഒരാളില്ല. അതുകൊണ്ട് എന്താണ് അടുത്ത ലോകത്ത് പറയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പവിത്രമായിരിക്കുന്ന ഒരു മന്ത്രം പറഞ്ഞുതരാം, മന്ത്രസമാനമായ ഒരു സ്തോത്രം പറഞ്ഞുതരാം, അത് ചെല്ലൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ തപസ് ചെയ്യാൻ പോകണല്ലോ. അതുകൊണ്ട് ഈ മന്ത്രം, ഈ സ്തോത്രം ജപിച്ചിട്ട് ഭഗവാനെ ഉപചരിക്കൂ, ഭഗവാനെ സന്തോഷിപ്പിക്കൂ എന്ന് പറയാൻ. സ്തോത്രം എന്നൊക്കെ പറഞ്ഞാൽ പല അർത്ഥങ്ങളാണ്. അതായത് എനിക്ക് മംഗളം ഉണ്ടാവട്ടെ എന്ന് പറയാ, ആശി നമസ്കരിയ, അങ്ങനെ പലതരത്തിൽ 6 ലക്ഷണങ്ങളൊക്കെ പഴയ സാഹിത്യവിദ്യകളിലൊക്കെ പറയും. സ്തോത്രത്തിൻ്റെ ലക്ഷണങ്ങളെ ഒന്ന് ഭഗവാൻ വിജയിക്കട്ടെ എന്ന് പറയാം, ഭഗവാന്റെ ഗുണങ്ങളെ വാഴ്ത്തുക, തനിക്കുന്നത് നേടിയെടുക്കണമെന്നുള്ള പ്രത്യാശ പ്രകടിപ്പിക്കുക, ഇത് പലതാണ്. അപ്പൊ അതിനൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, എൻ്റെ ദുർഗതി ഇല്ലാതാക്കി തരണേ എന്ന് പറയാം, അല്ലെ ഭഗവാൻ വിജയിക്കട്ടെ എന്ന് പറയാം. ചിലർക്ക് ഭക്തന്മാരെ സ്തുതിക്കുന്നത് തനിക്കൊന്നും കിട്ടേണ്ടിയില്ല, ഭഗവാന്റെ ആ ലീലാവിശേഷങ്ങൾ വർണ്ണിക്കുന്നതിന് സന്തോഷമൊക്കെ. എന്തിനാണ് ജീവിക്കുന്നത് വെച്ചാലോ, അവരൊന്നും കിട്ടാനാന്ന് വിചാരിച്ചില്ല, അത് സന്തോഷമാണ് ജീവിക്കുന്നതിന്. അത് ചെല്ലങ്ങനെ ചെല്ല് വളരെ കാലത്തിനും ദേശത്തിനും ഉള്ളിൽ ഒതുങ്ങുന്നതായ ചില മോഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ചില ഭഗവാനെ സ്തുതിക്കുന്നതിനാണ്, ഒന്നും കിട്ടേണ്ടിയിട്ടല്ല. അതാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. പ്രഹ്ലാദനാണ് ലോകത്തിന് വലിയ ഭഗവത് ഭക്തന്മാരെ എണിക്കുന്നത്. പ്രഹ്ലാദൻ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, അങ്ങനെ എനിക്ക് വരം തരാന്ന് പറഞ്ഞിട്ട് എന്നെ അപമാനിക്കുന്നില്ല പ്രഹ്ലാദൻ. നമ്മളാണോ വരം കിട്ടുന്ന കയ്യോ കേട്ടോ ചാക്കെടുത്ത് വെക്കുകയോ ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പ്രഹ്ലാദൻ പറഞ്ഞത്, ഞാൻ അങ്ങയെ സ്തുതിച്ചത് വരം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് വന്നാൽ പിന്നെ അതിന് കേമത്തൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഉപകാരം ചെയ്യാമല്ലോ. എൻ്റെ പുറഞ്ഞു പറഞ്ഞാൽ ഞാനും പുറഞ്ഞു പറഞ്ഞുതരാം എന്ന് പറയുന്നൊരു പരസ്പര സഹകരണമാണ്. അതുകൊണ്ട് പ്രഹ്ലാദൻ അവിടെ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഭക്തൻ ഭഗവാൻ തമ്മിലുള്ള ബന്ധം യജമാനും ഭൃത്യനും തമ്മിലുള്ള ബന്ധമല്ല. യജമാന്മാരെ ഭൃത്യന്മാർ സേവിക്കുന്നത് നാളെ കിട്ടണമെന്ന് ചോദിച്ചിട്ടാണ്. ഭൃത്യന്മാർക്ക് യജമാന്മാരെന്തെങ്കിലും കൊടുക്കുന്നത് നാളെയും കാല് തടവണമെന്ന് ചോദിച്ചിട്ടാണ്. സ്നേഹം ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെയല്ല ഭഗവാൻ ഭക്തൻ തമ്മിലുള്ള ബന്ധം എന്നാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഭഗവാനെ ഭജിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആരാണ്? അവർ വെറും കച്ചവടക്കാരാണ്. സഭ ഈ മണിക്ക് വ്യക്തമായിട്ട് പറഞ്ഞത് സപ്തംസ്കന്ധത്തിൽ കാണാം. അവൻ കച്ചവടക്കാരനാണ് പറഞ്ഞത്. എന്ത്, ഭഗവാൻ അങ്ങോട്ടൊന്ന് കൊടുത്താൽ ഭഗവാൻ ഇങ്ങോട്ടും തരും. ഇപ്പം എന്തെന്നോ എന്നിരിക്കുന്നു. ബൈബിളിലെ ഗിരിപ്രഭാഷണങ്ങൾ യേശുക്രിസ്തു പറയുന്നുണ്ട്, ചുങ്കക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങോട്ട് കൊടുത്ത് നിങ്ങൾ കടയിൽ ചെന്നിട്ട് 10 രൂപ എടുത്താൽ 10 രൂപയുടെ സാധനം തരും. അത് നിങ്ങളുടെ ദേശമോ കാലമോ ജാതിയോ നിങ്ങളുടെ അഭിപ്രായം, രാഷ്ട്രീയ അഭിപ്രായം ഞാൻ ചോദിക്കും, അളവിട്ടാൽ കൊടുക്കും, അത്രയേ ഉള്ളൂ. എന്ത് സ്നേഹം വന്നിരിക്കുന്നത്. മറിച്ച് ഒന്നും ഇച്ഛിക്കാതെ ഭഗവാനെ സേവിക്കുകയാണ്. എന്തിനാ സേവിക്കുന്നത് വെച്ചാലോ, സന്തോഷമായതുകൊണ്ടാണ്. അത്രയും ഭഗവാനെ കാണുക, ഭഗവാനെ കീർത്തിക്കുക, ഭഗവാന്റെ രൂപങ്ങളെ വർണ്ണിക്കുക, ഭഗവത് ഭക്തന്മാരോട് സംഘം ഉണ്ടാവും, ഇതൊക്കെ സന്തോഷമാണ്. അതുകൊണ്ട് ചെയ്യുന്നതാണ്. അതേ ഇംഗ്ലീഷ് ശൈലി പറയാൻ എൻ്റെ സ്വയം ലക്ഷ്യമാണ്. അത് വേറൊന്നിനു വേണ്ടി കൈമാറേണ്ടതോ വേറൊന്നിൻ്റെ പ്രാപ്തിക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതോ അല്ല. അതിൽ സ്വയം തന്നെ ആനന്ദമാണ്. അങ്ങനെയുള്ള ഭഗവത് ഭക്തന്മാരെ ഈ പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേഷകരം ജാവി സൂയതന്താഹവിവ. ഇതം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേഷകരം ജാവി സൂയതന്താഹവിവ. അറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു മന്ത്രം, നിങ്ങൾ ഇത് ജപിക്കുമോ? അതാവി പറയൂ, ജപിക്കുമെന്നോ അല്ലെങ്കിൽ അത് ഉച്ചരിക്കുമെന്നോ അർത്ഥം.
ഇതം വിവിക്തം ജപ്തവ്യം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു മന്ത്രം പറഞ്ഞു, ഇത് ജപ്തവ്യമാണ്, ജപിക്കപ്പെടേണ്ടതാണ്, ഇപ്പോൾ അംഗീകരിക്കപ്പെടേണ്ടതാണ്. അതെങ്ങനെയുള്ളതാണ്? പവിത്രം മംഗളം പരം. 3 വിശേഷം പറഞ്ഞു. പവിത്രമാണ്, മംഗളകരമാണ്, ഇത് പരമമായതാണ്, അങ്ങേയറ്റത്തുള്ള, അതിനപ്പുറത്തായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. പരമമായിരിക്കുന്നതാണ്, പവിത്രമാണ്, മംഗല്യത്തെ ഉണ്ടാക്കുന്നതാണ്. പിന്നെയോ നിശ്രേയസകരം ജാമി, നിശ്രേയസാണ്, നിശേഷമായിരിക്കുന്ന ശ്രേയസിനുണ്ടാക്കുന്നതാണ്. അതായത് 2 തരത്തില് ലോകത്തിലെ വൃത്തിയുണ്ട്. ഒന്നിനെ ശ്രേയസ് എന്ന് പറയും, അതിനെ പ്രേയസ് എന്ന് പറയും. ഇതൊക്കെ ഉപരിടത്തുകളിലൊക്കെ എത്രയോ ഒരിക്കലും പ്രകടന ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിനെ ഒന്നുകൂടി വിശേഷിക്കുകയാണ് നിശ്രേയസം. ശ്രേയസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആന്തരികമായ ആധ്യാത്മികമായ ഉയർച്ചയാണ്. പ്രേയസ് എന്ന് പറഞ്ഞാൽ സമ്പത്തുണ്ടാവുക, ശരീര സൗന്ദര്യം ഉണ്ടാവുക, ശക്തി ഉണ്ടാവുക, ഭാര്യാപുത്രാദികൾ ഉണ്ടാവുക, ഇങ്ങനെ ലൗകികമായ വിഷയങ്ങളിലുള്ള വർധനവ്, അതിനുള്ള യോഗ്യതയൊക്കെയാണ് ശ്രേയസ് എന്ന് പറയുന്നത്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായി ആന്തരികമായി ഉയർച്ചയാണ്. അങ്ങേറ്റത്തെ ശ്രേയസ്, നിശ്രേയസാണ്, നിശേഷമായിരിക്കുന്ന ശ്രേയസ്. ഇനി ബാക്കിയൊന്നും നേടാനില്ല. അതുകൊണ്ട് പറയാണ്, അതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഇതം വിവിക്തം നിർത്തവ്യം പവിത്രം മംഗളം പരം. അത് പരമമാണെന്നുള്ള മംഗളം എന്ന് പറഞ്ഞാൽ എന്താണ്? മംഗല്യത്തെ ഉണ്ടാക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ ധാരാളം പറയാം. ധാരാളം പറയേണ്ട കാര്യമില്ല, മനസ്സിലാക്കാന്നേ ഉള്ളൂ. മംഗളം എന്ന് പറഞ്ഞാൽ കല്യാണം, മംഗളം ചുവന്നു അവരവസ്ഥ പറഞ്ഞേ കല്യാണമാണ്, വിവാഹം. പറ്റിയ നമുക്ക് കല്യാണം കേട്ടോ അവിടെ വിവാഹം എന്ന് വിചാരിക്കും. എന്നിട്ട് ആളുകൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? മക്കളെ കല്യാണം കഴിഞ്ഞ് കിട്ടുമെന്ന് വെച്ചാൽ ഒക്കെ അവസാനിക്കണത്തോടു കൂടി തന്നെ. അങ്ങനെ കല്യാണം ഇപ്പോൾ നിലനിൽക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. കല്യാണം അവസാനിക്കേണ്ട സാധനമല്ല, കല്യാണം കഴിഞ്ഞ് കിട്ടുമല്ല, കല്യാണം എപ്പോഴും വേണം. പക്ഷെ നമ്മൾ വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ വിവാഹം എന്നുള്ള അർത്ഥം നമ്മൾ എടുക്കുന്നത് കൊണ്ടാണ് കല്യാണം, മംഗളം വരും. കല്യാണം എനിക്ക് എപ്പോഴും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് പണ്ട് കല്യാണി എന്നൊക്കെ പേരുന്നത്. ദേവിക്ക് തന്നെ കല്യാണി എന്ന് പേര്. നമുക്ക് ഇന്ന് കേട്ടാൽ നേരത്തെ പറഞ്ഞ പരമൻ എന്ന് പറഞ്ഞത് കല്യാണി. അയ്യേ മോശമായി പോയില്ല. കോഴിക്കോട്ടിലാൾ തമാശയായിട്ടാണ് പറഞ്ഞത്. ഒരു കുട്ടിക്ക് വിവാഹാലോചന വന്നപ്പോൾ വിവാഹം വേണ്ടാന്ന് ചോദിച്ചു പെൺകുട്ടി. എന്തുകൊണ്ടാ? ഭർത്താവാകാൻ പോകുന്നയാളുടെ അച്ഛൻ്റെ പേര് ചോയിന്ന്. ആ പേര് എനിക്കതിൻ്റെ വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല. മനുഷ്യൻ്റെ അഭിമാനം. ഭർത്താവിൻ്റെ പേരല്ല, ഭർത്താവാകുമ്പോൾ പേര് അച്ഛൻ്റെ പേര് ചോയിന്നായതുകൊണ്ട് കല്യാണം വേണ്ടാന്ന് വെച്ചാൽ പേരെ പറ്റിയുള്ള അഭിമാനേ. വലിയ പേരായ കേമാണെന്നാണ്. ചെയ്യുന്നോ പാർവതോ കേട്ടാ മോശമെന്ന് വിചാരിക്കുക. ഒരു മോശമില്ല, അർത്ഥമൊന്നും ആലോചിക്കാത്തതുകൊണ്ട് പാർവതി എന്നുള്ളത് ചുരുക്കിയതാണ്. അതൊന്നും മനസ്സിലാവായതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ പുറത്ത് കാണുന്ന ഈ കല്യാണം, നമ്മുടെ കല്യാണം കഴിയണമെന്ന് പ്രാർത്ഥിക്കണ്ടേ? മക്കളെല്ലാം കല്യാണം കഴിഞ്ഞ് നശിച്ചു ഓടും നിർത്തുന്നത് എല്ലാ മക്കളും. അങ്ങനെ പലപ്പോൾ ഉണ്ടാവാറ്. കല്യാണത്തോടു കൂടി മദ്യപാനം ആരംഭിക്കുന്നു. കാരണം കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നശിക്കാനൊരു വകുപ്പാണ്. മലപ്പുറം ജില്ലയിലൊക്കെ എത്രയോ ആൾക്കാർക്ക് കടപ്പാട് കൂടി ഇല്ലാണ്ടായത് കല്യാണത്തിൻ്റെ സുഹൃത്തു കൊണ്ടാകുന്ന സർവേ റിപ്പോർട്ടുകളിലുണ്ട്. കടമായിൻ്റെ മദ്യപാനം ആരംഭിക്കും. കേമാവുണ്ട്, കേമാവുന്ന ഇതൊക്കെയാണ്. അങ്ങനെ എല്ലാ അസാംസ്കാരിക പ്രവണതകളുടെയും ബീജാവാപം ആണ് കല്യാണ വീടുകളിൽ നടക്കുന്നത്. പിന്നെ കല്യാണം കഴിയുകയും ചെയ്യാന്നോട് എല്ലാ മക്കളും എല്ലാം ചെറുപ്പക്കാരൊക്കെ മദ്യവേ പൈനിപ്പിക്കുക, കുട്ടികളെ കേമത്തെ വിചാരിക്കുകയാണ്. കൂടെ പറഞ്ഞു ഏതായാലും ഇതം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം. ഇത് പരമലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതാണ്, പരമമായതാണ്, മംഗളമായതാണ്, പവിത്രമായതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ജീവിക്കേണ്ടതാണ്. അത് നിങ്ങൾ കേൾക്കുക. നിശ്രേയസകരം ജാപി ശ്രൂയതം തത്പദാഭിമാം. അത് ഞാൻ കേട്ടോ, നിങ്ങൾ കേൾക്കൂ, ശ്രദ്ധിച്ച് കേൾക്കൂ. നിശ്രേയസകരമാണ്. നിശ്രേയകരൻ ചാപി, അങ്ങേറ്റം നിശ്രേയസകരാണ്, പവിത്രമാണ്. ഇനി ഒരുവിധം അതൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാറുണ്ട്. ഇതിനപ്പുറം പറയേണ്ട കാര്യമില്ല. മംഗളമാണ്, പവിത്രമാണ്, പരമമായതിനെ പ്രാപിപ്പിക്കുന്നതാണ്. അത് ഞാൻ നിങ്ങളോട് പ്രിയം കൊണ്ട് പറയുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? കേൾക്കൂ. സ്വയതം കേൾക്കൂ എന്ന് പറഞ്ഞിട്ടാണ് 33ാമത്തെ ശ്ലോകങ്ങൾക്കാണ് യഥാർത്ഥമായ ഇരുപത്തിന സൂക്തം ആരംഭിക്കുക. അതുവരെയുള്ള ശ്ലോകം ഒന്നുകൂടി വായിച്ചു നമുക്കവിടെ. കാരണം തുടങ്ങി വെക്കേണ്ട വെച്ചിട്ട് തുടങ്ങിയാലത് ഒരു ശ്ലോകത്തിലൊക്കെ നിർത്തുന്ന വിഷയം 12:7 8 അതൊന്നുകൂടി വായിക്കാം. യൂയം വേദിഷത പുത്രാവിദിതം മത്തിവീക്ഷിതം അനുഗ്രഹായ ഭദ്രഭായ ദർശനം എപ്പരം രംഗസ സാക്ഷാത് ത്രിഗുണാൽ ജീവസത്യദാത് ഭഗവന്തം വാസുദേവം സത്യയോഗിമേ സ്വധർമ്മനിഷ്ഠശതജന്മഭിക്കുവാൻ വിരിഞ്ഞതാവേദി തത്പരം ഹിമാം അവ്യാകരണം ഭാഗവതോധ വൈഷ്ണവം പദം യഥാകരാത്തേ അഥ ഭാഗവതായൂയം പ്രിയാസ്തഭഗവാൻ യഥാ ഭാഗവതാനാദ്യ പ്രയാന്യർഹിത്
ഇതം പവിത്രം വ്യക്തവ്യം പവിത്രം മംഗളം പരം ചുരുക്കത്തിലെത്താ നിങ്ങളെ അല്ലയോ മക്കളെ, നിങ്ങളുടെ കുട്ടികളെന്ന് പറയാൻ നിങ്ങൾ ആ പ്രാചീന മനുഷ്യൻ്റെ മക്കളാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ചികീർഷണം നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ വംശവൃദ്ധികരമായിരിക്കുന്ന സന്തതികൾക്ക് വേണ്ടിയാണല്ലോ താമസിക്കാൻ പോകുന്നത്. വളരെ നന്നായി. എനിക്ക് നിങ്ങൾ വളരെ പ്രിയപ്പെടാണ്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, പരമപുരുഷനായിരിക്കുന്ന ഭഗവാനിന് ഭക്തി വെച്ചവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ട ആളുകളാണ്. അതിന് അങ്ങനെയുള്ള ആളുകൾ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, സ്വധർമ്മനിഷ്ഠ കൊണ്ട് ധാർമ്മികമായ ജീവിതം കൊണ്ട് പ്രാപിക്കേണ്ടതായ പരമമായ പദം ആ വൈഷ്ണവമായ പദമാണ്. അവ്യാകൃതമാണ്, ആശ്രയിതമായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി നിങ്ങൾ ഉപദേശിക്കാം. നിങ്ങൾ ഭഗവത് ഭക്തന്മാരാണ്. ഭഗവത് ഭക്തന്മാർ എനിക്ക് പ്രിയരാണെന്ന് മാത്രമല്ല, അതിനേക്കാൾ പ്രിയമായിട്ട് എനിക്ക് വേറെ ആരുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഇതം വിവിക്തം ദർത്തവ്യം. അതുകൊണ്ട് ഇതിനെ നന്നായിട്ട് അങ്ങനെ പരിഗണിച്ചിട്ട് ജപിക്കൂ എന്ന് പറയാൻ. ഇതെങ്ങനെയുള്ളതാണ്? പവിത്രമാണ്, മംഗളമാണ്, ശിവമാണ്, എന്തൊക്കെ പറയാമോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 3 വാക്കേ ഉള്ളെങ്കിലും അതിനൊക്കെ ഉണ്ട്. പവിത്രം മംഗളം ബലം നിശ്രയസകരം ഞാൻ പറയാം. ഇങ്ങനെയാണ് അതിൻ്റെ ആരംഭം. 33ാമത്തെ ശ്ലോകം മുതൽ, അതായത് മൂലഗ്രന്ഥത്തിൽ 33ാമത്തെ ശ്ലോകമായിട്ട് വരും. അപ്പോൾ 6ാമത്തെ ശ്ലോകം മുതൽക്കാണ് ആരംഭിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എത്ര ചുരുക്കിയും പറയാം, എത്ര വലുതാക്കിയും പറയാം. അപ്പോൾ സാമർഥ്യം നേടും. വലുതാക്കി പറഞ്ഞുകൊണ്ട് കാര്യം വലുതാവുന്നില്ല, വലുതാവുന്നത് പോകും, അത്രയും. പണ്ടൊരാള് അവർ കൂടി പറഞ്ഞിട്ട് അയാളുടെ ഒരു പണ്ട് ദിവസത്തിൽ വെച്ച് കൊട്ടാരത്തിൽ വെച്ച് രാജാവ് പറയുന്നുണ്ട്, പണ്ഡിതന്മാർ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങള് ഒരു പന്ത് മേലോട്ടേക്ക് കയറി, ആ പന്ത് താഴേക്ക് വീഴുന്നേരം ഇടയ്ക്ക് എന്ത് ചെയ്യണം, മഹാഭാരതവും രാമായണവും പറയണമെന്ന്. നല്ല എളുപ്പമാണല്ലോ. ഇതാ ആരോ പറയുമോ? ഒരു ഇതാണല്ലോ ആക്കെ ഞാൻ പറഞ്ഞോളാം. ഈ പന്ത് മേലോട്ടെടുത്ത് താഴേക്ക് എപ്പോൾ വീഴുക? 4 ദിവസം കിട്ടുക, സെക്കൻഡിലെടുത്ത് വീഴും. ആൾ പറഞ്ഞത് അതൊരു രസമാണ്. അപ്പോൾ ആളുടെ ചോദിച്ചു എങ്ങനെയാ പറയുക. അപ്പോൾ ഉടനെ എന്ത് ചെയ്തു, പന്ത് മേലോട്ട് താഴെ വീഴുന്നുണ്ടെങ്കിൽ ശ്വാസം വിടാണ്ട് ഇയാൾ പറഞ്ഞു, മണ്ണാൽ ചത്തത് പെണ്ണാൽ ചത്തത്. 2 മഹാഭാരതം കഴിഞ്ഞു രാമായണം. ഇങ്ങനെ സമയം തരാൻ അങ്ങനെ പറയാനോ പറയാം. മഹാഭാരതം മണ്ണിന് വേണ്ടിയാണ് യുദ്ധം, ഭൂമിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. ഒരുപാട് ന്മാരുള്ള യുദ്ധം, അതിനുള്ള കാരണങ്ങൾ, അതിൻ്റെ ഭാഗമൊക്കെ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അത്രേ പറയണ്ടോ. ബാക്കിയൊക്കെ അതിൻ്റെ വിശദാംശങ്ങളാണ്. ആരാ മത്സരിച്ച്, ആരൊക്കെ ഏതൊക്കെ ഭാഗത്ത് യുദ്ധം ചെയ്തു, അതൊക്കെ അതിൻ്റെ വിശദാംശങ്ങളാണ്. ആദ്യം എന്തേ ഉള്ളൂ, മണ്ണാൽ ചത്തത്. അങ്ങനെ കുരുവംശത്തിൽ എന്ത് ചെയ്യുന്നു, രാമായണോ പെണ്ണാൽ ചത്തത്. രാവണൻ സീതയെ മോഹിച്ചിട്ടാണ് നോക്കിയത്. എന്ത് സമർത്ഥമായിട്ട് പറഞ്ഞു. ഇതാണ് വാദനിമിത്തം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇത്തരം വാദനിമിത്തം ജനങ്ങൾക്ക് ഇഷ്ടമില്ല. അങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ട് ഇയാൾ 2 വാക്കും പറഞ്ഞു അടി എന്നൊരു കിട്ടും. ഇത് പറയാൻ പറ്റും, ഇത് ഞാൻ പറയില്ല. അപ്പൊ ഇങ്ങനെ പറയാൻ നടത്തും. വികസിപ്പിച്ചാലോ ഇങ്ങനെ പോവുക, പ്ലാസ്റ്റിക് പോലെ വലിച്ചു നീട്ടാൻ. പുരാണ കഥകളൊക്കെ ഒന്നിനു മേലെ ഒന്നായിട്ട് ചങ്ങല് കോർത്ത പോലെ ഓരോന്നിനും ചില പൂർവ്വകഥ ഉണ്ടാവും, പൂർവ്വശാപങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ പറയാൻ പറ്റും, തീരുവില്ലതാണ്. പറയണമെങ്കിലോ ഒറ്റന്നേ പറയേണ്ടതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ പറഞ്ഞത് ഇതം പവിത്രം പരമെന്നൊക്കെ പറഞ്ഞത്. ചുരുക്കി പറയാമെന്ന്. ചുരുക്കി പറയുന്നത് വലുതാക്കി. ഈ വലുതാക്കത്തിന് പരിധിയൊന്നുമില്ല, ചുരുക്കി ഇതിനേക്കാൾ ചുരുക്കാന്ന്. അതുകൊണ്ടാണ് ഇവരിതൊക്കെ പറയുന്നില്ലേ, ഓമിത്യേകാക്ഷരം ബ്രഹ്മ. ഓം എന്നുള്ള ഒറ്റേ പഠിക്കേണ്ടുള്ളൂ എന്നാണ്. അതിലൊക്കെ ഉണ്ടെന്നാണ്. നമുക്കാണ് ഇത് കേട്ടാൽ വലിയ ഇഷ്ടമുണ്ടാവോ? ഇത്രയൊക്കെ ഗ്രന്ഥരാശികളുണ്ടായിട്ട് ആയിരക്കണക്കിന് ഗ്രന്ഥമുണ്ടായിട്ട് ഓം പറയാൻ മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞാൽ അതിനെന്തായാലും വിഡ്ഢിത്തമായിട്ടോ ഭ്രാന്തായിട്ട് പോകാൻ. തസ്യ വ്യാഖ്യാന മനുഷ്യത്ത് പറയുന്നുണ്ട്, ഈ ഓങ്കാരത്തിന് വ്യാഖ്യാനമാണ് ഓം. ഞാൻ പഠിക്കേണ്ടതാണ്. എന്നാൽ പിന്നെ കഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിന് ശ്ലോകമൊക്കെ യുദ്ധം വരെ എഴുതണോ? സംശയം. അപ്പൊ ചെറുതെന്ന് മനസ്സിലാവാത്തവരെ ചെയ്യുന്നു, വലുതിലേക്ക് പോവുകയാണ്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലുത് മനസ്സിലായവന് ചെറുത് മനസ്സിലാവുമല്ല. നമ്മൾ വിചാരിക്കുക എന്താണ്? അതുകൊണ്ടാണ് ആത്മാനം മഹാഭാരതത്തിൽ പലതിക്കും ആവർത്തിക്കും. തനിക്ക് വേണ്ടി ലോകം മുഴുവൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞതോ അങ്ങനെയല്ല. ഒരു കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വ്യക്തി ഉപേക്ഷിക്കൂ, ഒരു ഗ്രാമത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കുടുംബത്തെ ഉപേക്ഷിക്കൂ. പക്ഷെ അവസാനം പറഞ്ഞോ ആത്മാനം തനിക്ക് വേണ്ടി ലോകത്തെ നമ്മൾ ഉപേക്ഷിച്ചേക്കുന്നത്. അതെന്തൊരു പറക്കലാണ്. ആദ്യം പറഞ്ഞോക്കാം വലുതിന് വേണ്ടി ചെറുതിനെ ഉപേക്ഷിക്കാനാണ്. എന്നിട്ട് അവസാനം പറയുന്നതോ തനിക്ക് വേണ്ടി ലോകം മുഴുവൻ ഉപേക്ഷിച്ചേക്കുന്നു. അവിടെ ചെറുതാന്നല്ലേ നമുക്ക് തോന്നുന്നു. ഇത് 900-േക്കാൾ വലിയ 10,000 അല്ല, 10,000-േക്കാൾ വലിയ 900 തന്നെയാണ് വേണം. 900 വെച്ചാൽ അത് അവിടെ അധികം ഉണ്ടെന്ന് തോന്നി. അതുപോലെയല്ലേ പറഞ്ഞത്. ഇവർക്ക് രസമായിട്ട് ആലോചിക്കേണ്ടതാണ്. കാരണം ആദ്യം പറഞ്ഞൊക്കെ എന്താണ്, കുടുംബത്തിന് വേണ്ടി വ്യക്തിയെ, ഗ്രാമത്തിന് വേണ്ടി കുടുംബത്തെ, രാജ്യത്തിന് വേണ്ടി ഗ്രാമത്തെ തന്നെ ഉപേക്ഷിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്.
ഇത് അവസാനം പറയുന്നോ ആത്മാനം ഇത് തനിക്ക് വേണ്ടി ലോകം മുഴുവൻ തിരിച്ചേക്കുന്ന ഇതെന്തൊരു മര്യാദയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് പറഞ്ഞേക്കാണ് ആത്മാവിനാണൊക്കെ ഉള്ളത്. അതുപോലെ പറയുക ഓങ്കാരമാണ് സർവസാരം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 14,000 കണക്കിന് മന്ത്രബന്ധിനാണെന്ന് തോന്നുന്നില്ലേ. അതുകൊണ്ടാണ് ശങ്കരാചാര്യ രസായനം പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥം നിങ്ങൾ എന്ത് ചെയ്യൂ മാണ്ഡൂക്യ വേഗമേ പാലമോ ക്ഷോണാം വിമുക്തഹേ. മാണ്ഡൂക്യം എന്ന് പറഞ്ഞത് ഒറ്റ ഉപരിച്ചത് 12 മന്ത്രമുണ്ടേ അത് പഠിക്കൂ എന്തിന് മുക്തിക്ക്. ഇനി അത് പഠിച്ച് നേരെ ആവില്ല എന്നുണ്ടെങ്കിൽ ദശോപനിഷത്തം പഠാ 10 ഉപരിഷത്ത് പഠിക്കുന്ന അല്ലാത്ത വാർത്തല്ലേ 12 മന്ത്രമുള്ള ഇത് പഠിച്ച് നേരെയായില്ലേ 10 ഉപരിഷത്ത് പഠിച്ചോളാനേ ഇതാ അദ്ദേഹം പറഞ്ഞത്. മാണ്ഡൂക്യം മാത്രമേ പഠിക്കണ്ടൂന്ന്. ബൃഹദാരണ്യം എത്ര വലുതാണ്. അപ്പൊ ഇത് പഠിച്ചാൽ മതി മോക്ഷം കിട്ടാൻ. അതുകൊണ്ട് നേരെയാവില്ലെങ്കിൽ മറ്റത് പഠിച്ചോളാം. ഇതിനെ പഠിക്കാനാവുന്നില്ല കേട്ടുള്ള പറഞ്ഞിട്ട് ദശോപനിഷിതം പഠാ. എന്നിട്ട് നേരെയായില്ലെങ്കിലോ നമ്മൾ 108 ഉപരിഷത്തും പഠിച്ചോളൂ. നല്ല സൗകര്യമല്ലേ. അതുപോലത്തെ ഒരു ഏർപ്പാടായത്. ഇപ്പൊ ചെറുത് വലുതെന്ന് പറയുന്നതിന്റെ വ്യത്യാസം പറയാനാണ് ഞാനീ പറഞ്ഞത്. ചെറുതും അല്ല വാസ്തവത്തിന് വലുതെന്തല്ല വലുതുമല്ല. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കാം. 12:15